കൊണ്ടുവരാൻ കൊണ്ടുവന്നിട്ടില്ല, ബട്ട് കൊണ്ടുവരാൻ നോക്കിയിട്ടുള്ള ഒരു റീഫോം ആയിരുന്നു എന്തെന്ന് പറയുന്നത് ജെൻഡർ ന്യൂട്രൽ യൂണിഫോംസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ സോഷ്യൽ റീഫോംസ് അല്ലെങ്കിൽ സോഷ്യൽ ചേഞ്ചസ് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റിയിൽ നമ്മൾ കൊണ്ടുവരാൻ നോക്കുന്നത് പെർസെപ്ഷൻ ചേഞ്ചസ് ആണ്. ഓക്കെ, നിങ്ങൾ ആൻസർ എഴുതുന്ന സമയത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കേണ്ട ഒരു വാക്കാണ് എന്തെന്ന് പറയുന്നത് പെർസെപ്ഷൻസ് ആണ് നമ്മൾ ഇവിടെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. കാരണം ഒരു സൊസൈറ്റിയെ ബേസിക്കലി ഗൈഡ് ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദി പെർസെപ്ഷൻസ് ആണ്. സോ വി നീഡ് ടു ചേഞ്ച് ദ പെർസെപ്ഷൻ. ഫോർ എക്സാമ്പിൾ ലൈക്ക് സ്വച്ഛ് ഭാരത് മിഷൻ. സോ അവിടെ ഓപ്പൺ ഡിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഇഷ്യൂവിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് കൊണ്ടുവന്നിട്ടുള്ളത്, സ്വച്ഛ് ഭാരത് മിഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം ഇവിടെ നമ്മൾ ഒരു പെർസെപ്ഷൻ ഒന്നെങ്കിൽ ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, പെർസെപ്ഷൻ ചേഞ്ച് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ഡിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു നെഗറ്റീവ് ആണ് എന്നുള്ളത് എന്ത് ചെയ്യണം, ഒരു പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് അവർ എന്ത് ചെയ്യണം, ഈ പറയുന്ന പോലെ നമ്മുടെ ലൈക്ക് ടോയ്ലറ്റ്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, അവരെ പ്രേരിപ്പിക്കണം. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ സൊസൈറ്റിയുടെ ആൻസറിൽ കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ് പെർസെപ്ഷൻ ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ഒരു പെർസെപ്ഷൻ ചേഞ്ചിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു റീഫോം ആണ് ജെൻഡർ ന്യൂട്രൽ യൂണിഫോം എന്ന് പറയുന്നത്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒരു റൈറ്റ് മൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു റൈറ്റ് ആക്ഷൻ ആണ് എന്ന് പറയാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതാണ്. ഓക്കെ, സോ വാട്ട് യു തിങ്ക് അബൌട്ട് ഇറ്റ്? ഇതൊരു റൈറ്റ് സ്റ്റെപ്പ് ആണോ അല്ലെങ്കിൽ ഒരു ഗിമ്മിക്ക് മാത്രമാണോ? വിൽ ദാറ്റ് ബ്രിങ് എനി കൈൻഡ് ഓഫ് ലൈക്ക് റിയൽ സോഷ്യൽ ചേഞ്ച്? ഒരു ഗ്രൗണ്ട് ലെവലിൽ ഒരു പെർസെപ്ഷൻ ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുകയില്ലേ? ഇല്ല, വൈ? ലൈക്ക് എന്തായാലും യെസ് ഓർ നോ ആയാലും രണ്ടിനും നമുക്ക് എന്ത് വേണം, റീസൺസ് വേണം. അപ്പൊ നിങ്ങൾ പറയുന്നത് യെസ് എന്നാണെങ്കിലും നോ എന്നാണെങ്കിലും രണ്ടിനും റീസൺസ് വേണം. നോ ആണെങ്കിൽ യെസ്, വൈ? ലൈക്ക് ഡസ് ഇറ്റ് ഹാവ് എ ലൈക്ക് സിഗ്നിഫിക്കന്റ് ഇമ്പാക്ട് അല്ലെങ്കിൽ ഒരു മീനിങ് ഫുൾ ഇമ്പാക്ട്? ഏ യാ, എക്സാക്ട്ലി. സോ അതായത് ലൈക്ക് മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് അതാണ്. നമ്മൾ ഈ പറയുന്ന പോലെ ജനറൽ ന്യൂട്രൽ ആവുക എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ജനറൽ ന്യൂട്രലിന്റെ കേസിൽ രണ്ട് ഇഷ്യൂസ് ആണ് വരുന്നത്. ഒന്ന്, ഇതേപോലെ ഇറ്റ് ഈസ് ഇമ്പോസ്ഡ് അപ്പോൺ ഹൂ, ആരുടെ മുകളിലാണ് ഈ സാധനം ഇമ്പോസ് ചെയ്യുന്നത്, ആരാണ് ഇവിടെ ആക്ച്വലി ചേഞ്ച് ആവുന്നത് എന്നുള്ളത്. രണ്ടാമത്തത് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിഫോം ആക്കണം എന്നല്ല, ഡൈവേഴ്സിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. ആ ഡൈവേഴ്സിറ്റിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, കോപ്പറേറ്റ് ചെയ്തിട്ട് ലൈക്ക് കോ എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. ഇവിടെ നമ്മൾ ആക്ച്വലി ചെയ്യാൻ പോകുന്നത് എന്താണ്, ഹോമോജനൈസേഷൻ ആണ്. ഓക്കെ, ബട്ട് രണ്ടാമത്തെ ഒരു റിയാലിറ്റിയാണ് ജെൻഡർ എന്ന് പറയുന്നത് ഇറ്റ് എക്സിസ്റ്റ്. അത് ഹ്യൂമൻസിന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതല്ല, ഇറ്റ് എക്സിസ്റ്റ്. ഐദർ മെൻ ഓർ ലൈക്ക് ഫീമെയിൽ ഓർ ലൈക്ക് വുമൺ, ഇറ്റ് എക്സിസ്റ്റ്. അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റില്ല. ഇത് രണ്ടിനെയും കൂടെ ലൈക്ക് ഒന്നാക്കുക എന്ന് പറയുന്നത് ഈ ഹോമോജനൈസേഷൻ ആണ്. അതൊരു റൈറ്റ് മൂവ് അല്ല. ഇനി രണ്ടാമത്തത് ഇവിടെ ലൈക്ക് ആക്ച്വലി കൊണ്ടുവരാൻ നോക്കുന്നത് എന്താണ്, ഇപ്പൊ നമ്മൾ സേ ഫോർ എക്സാമ്പിൾ ലൈക്ക് തിങ്കളാഴ്ച മുതൽ ബുധനാഴ്ച വരെ എല്ലാവരും എന്താ പറയാ, ലൈക്ക് ഷർട്ട് ആൻഡ് പാൻസ്, അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന പോലെ ലൈക്ക് ഗേൾസിന്റെ ഡ്രസ്സ് ഇടണം എന്ന് പറയുന്ന രൂപത്തിലാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഫൈൻ. ബട്ട് അങ്ങനെയല്ല ചെയ്തിട്ടുള്ളത്. ഗേൾസിനെ എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്, ബോയ്സിന്റെ ഡ്രസ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. സോ ആക്ച്വലി ഹൂ ഇസ് ബീങ് വിക്ടിമൈസ്ഡ്, ഗേൾസ് ആണ്. ദിസ് ഇസ് ബീങ് ഫോഴ്സ്ഡ് അപ്പോൺ ദ ഗേൾസ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഈ സോഷ്യൽ ചേഞ്ചസ് അല്ലെങ്കിൽ പെർസെപ്ഷൻ ചേഞ്ചസ് നമ്മൾ കൊണ്ടുവരണം, പക്ഷെ അത് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യത്തിനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. ഓക്കെ, ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ലൈക്ക് ഞാനിപ്പോ ലൈക്ക് ആകാശിന്റെ അടുത്ത് നാളെ മുതൽ പാവാട ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ വിൽ യു ആക്സെപ്റ്റ് ഇറ്റ്? എന്തുകൊണ്ട്, വൈ? ബിക്കോസ് യു ആർ സോഷ്യലി കണ്ടീഷൻ ടു വെയർ ഡ്രസ് ആൻഡ് പാൻറ്. അപ്പൊ ഇത്രയും കാലം നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇപ്പൊ ഞാനായി കഴിഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ സോഷ്യലി കണ്ടീഷൻ ആയിട്ടുള്ള ഒരു സാധനമാണ്. നാളെ മുതൽ അല്ല, ലൈക്ക് മോസ്റ്റ് ഓഫ് ദം ആർ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് ഞാൻ അല്ലാതെ പറയുന്ന കേസാണ് പറഞ്ഞത്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, സോഷ്യലി നമ്മൾ കണ്ടീഷൻ ആയിട്ടുണ്ട്. അതായത് ചില ഡ്രസ്സ് നമ്മളെ കംഫർട്ട് ആയിട്ട് നമ്മുടെ കോൺഫിഡന്റ് ആയിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ആ ഡ്രസ്സിൽ നിന്ന് ചേഞ്ച് ചെയ്യാൻ പറയുന്ന സമയത്ത് അത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ലൈക്ക് അത് നമ്മുടെ മുകളിൽ ഫോഴ്സ് ചെയ്യുന്ന പോലെ ഉണ്ടായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുകളിൽ അതൊരു ലൈക്ക് എന്താ പറയാ, ഒരു പ്രഷർ ആയിട്ടായിരിക്കും വരുന്നത്.
ഓക്കെ, ഒരു മെന്റൽ സ്ട്രെസ് ആയിട്ട് എന്ത് ചെയ്യും, ആ ഡ്രസ്സിൻ്റെ ഉള്ളിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. സോ ഡെഫിനറ്റ്ലി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കംഫർട്ടബിളി ചെയ്യേണ്ട ഒരു സാധനമാണ്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കംഫർട്ടിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ബട്ട് ഇതേപോലെ ഫോഴ്സ്ഡ് ആയിട്ട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ എഡ്യൂക്കേഷൻ എന്താവില്ല, ഫോഴ്സ്ഫുൾ ആവില്ല, പോസിബിൾ ആവില്ല, ഒരു ഫ്രൂട്ട്ഫുൾ ആവില്ല. ഓക്കെ, സോ അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്തെന്ന് പറയാത്തത്, ഒരു മീനിങ് ഫുൾ റീഫോം ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്യാത്തതും ഇത് ഫൈനൽ സ്റ്റേജിലേക്ക് ഇംപ്ലിമെന്റ് ആവാതിരുന്നതും. ഓക്കെ, സോ ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, UPSC ഇതിന് മുമ്പ് നേരത്തെ ചോദിച്ചിട്ടുണ്ട്. ഇൻ ദ നെയിം ഓഫ് സെക്യുലറിസം, ഇൻ ദ നെയിം ഓഫ് ജെൻഡർ ഇക്വാലിറ്റി, വി ആർ ബ്രിങ്ങിങ് ദിസ് കൈൻഡ്സ് ഓഫ് റീഫോംസ്, ബട്ട് ദിസ് ഇസ് ആക്ച്വലി നോട്ട് ലീഡിങ് ടു meaningful reforms or the meaningful social perception changes. പറയുന്ന മനസ്സിലാകുന്നുണ്ട്? ഓക്കെ, സോ എന്തുകൊണ്ടാണ് ഇതൊരു സോഷ്യൽ ഡിസ്ട്രാക്ഷൻ ആകുന്നത്? ഓക്കെ, ഇത് ഒരു അനാവശ്യമായിട്ടുള്ള ഒരു ഡിസ്കഷൻ ആയിട്ട് മാറുന്നുണ്ടോ, അതല്ലെങ്കിൽ ഒരു മീനിങ് ആക്ഷൻ ആയിട്ട് മാറുന്നുണ്ടോ എന്നുള്ളത്. സോ മീനിങ് ആക്ഷൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ബ്രേക്സ് ജെൻഡർ സ്റ്റീരിയോടൈപ്പ് ഫ്രം ദി ഏർലി ഏജ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സോഷ്യലി കണ്ടീഷൻ ആവുന്നതിന് മുമ്പ് തന്നെ, അതായത് ഒരു LKG മുതലൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഡ്രസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അവർ സോഷ്യൽ കണ്ടീഷൻ ആവുന്നതിന് മുമ്പ് തന്നെ ഒരു ജെൻഡർ ന്യൂട്രൽ എന്നുള്ള രൂപത്തിലേക്ക് വേണമെങ്കിൽ നമുക്ക് അവരെ കൊണ്ടുവരാം. ഓക്കെ, ഇതിന് അടുത്തെന്ന് പറയുന്നത് എൻകറേജ് കംഫർട്ട് ആൻഡ് പ്രാക്ടിക്കാലിറ്റി. ഓക്കെ, സോ എങ്ങനെയാണെന്ന് അറിയില്ല, ബട്ട് പോയിന്റ്സ്, ആർഗ്യുമെന്റ്സ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ, അത് അവർക്ക് കംഫർട്ട് ആവോ ഇല്ലേ എന്നുള്ളത് ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ. ബട്ട് എനിവേ വി സേസ് അതായത് ആണുങ്ങളുടെ ഡ്രസ്സാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ എന്നാണ് പൊതുവെ കരുതുന്നത്. ഓക്കെ, ഇതിനടുത്തത് സപ്പോർട്ട്സ് ജെൻഡർ നോൺ കൺഫേമിംഗ് സ്റ്റുഡൻസ്. അതായത് ഇവിടെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ബോയ് ഓർ ഗേൾ. ഓക്കെ, സോ ഇതല്ലാത്ത തേർഡ് ജെൻഡർ കാറ്റഗറീസിൽ വരുന്ന LGBTQ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്കത് കൂടുതൽ എന്തായിരിക്കും, ആക്സെപ്റ്റബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, സോ അടുത്തത് ചാലഞ്ചസ് സബ്റ്റിൽ റീഇൻഫോഴ്സ്മെന്റ് ഓഫ് ദി പാട്രിയാർക്കി. ഇത് ഒരു മീനിങ് ഫുൾ അല്ലെങ്കിൽ ഒരു അബ്സല്യൂട്ട് റീഫോംസ് അല്ലെങ്കിൽ പോലും ചെറിയ രൂപത്തിലുള്ള പാട്രിയാർക്കിയൽ കാര്യങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, അത് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പറയാറുണ്ട്, ഇപ്പൊ സാധാരണ ഗേൾസ് ഇരിക്കുന്ന സമയത്ത് ഈ കാലുമ്മ കാല് കയറ്റി വെച്ചിട്ട്, അല്ലെങ്കിൽ ഈ ഫോമിൽ നിങ്ങൾ ഇരിക്കരുത് എന്ന് പലപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയാറുണ്ട്, ഇല്ലേ? സോ ഇറ്റ്സ് നിങ്ങൾ കുറച്ചും കൂടെ ഒതുങ്ങിയിരിക്കണം എന്നുള്ള രൂപത്തിലുള്ള ഒരു സോഷ്യൽ പെർസെപ്ഷൻ ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്ത് പോകണം, സോഷ്യൽ കണ്ടീഷനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന് പകരം അല്ലെങ്കിൽ ഇത്തരത്തിൽ സബ്റ്റിൽ ആയിട്ടുള്ള വളരെ ചെറിയ രൂപത്തിലുള്ള പാട്രിയാർക്കിയൽ സാധനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, റെഡ്യൂസ് അല്ലെങ്കിൽ അതിന് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, പലപ്പോഴും നിങ്ങൾ കേൾക്കുന്ന സാധനം നിങ്ങൾ പെണ്ണാണ് എന്നുള്ളത്, ഒരു പെണ്ണാണ് അങ്ങനെ ചെയ്യരുത് എന്ന് പറയാറുണ്ട്. ഓക്കെ, സോ അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്റ്റിലായിട്ട്, അതിപ്പോ അത്ര വലിയൊരു കാര്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് ഇറ്റ് ഇസ്. കാരണം എന്താണ്, ആ രൂപത്തിൽ പാട്രിയാർക്കി എന്ത് ചെയ്യുന്നുണ്ട്, സൊസൈറ്റിയിൽ വീണ്ടും വീണ്ടും റീഇൻഫോഴ്സ്ഡ് ആവുന്നുണ്ട്. അതിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇനി അത് എന്തുകൊണ്ടാണ് ഒരു ഡിസ്ട്രാക്ഷൻ ആവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഡസൻ അഡ്രസ് ദ കോർ പാട്രിയാർക്കൽ ഇഷ്യൂ. ഓക്കെ, സോ നമ്മുടെ സ്കൂളിലാണെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഹരാസ്മെന്റ്സ് ഉണ്ട്, ലാക്ക് ഓഫ് ലീഡർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്, റെസ്ട്രിക്റ്റീവ് റൂൾസ് വരുന്നുണ്ട്, ദെൻ ഇറ്റ് ഈസ് ജസ്റ്റ് എ ടോക്കണിസ്റ്റ് മൂവ്മെന്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ഫോർ എ ഗിമിക് വി ആർ മേക്കിംഗ് സച്ച് എ മൂവ്. ആക്ച്വലി അതൊരു റീഫോംസ് അല്ലെങ്കിൽ സോഷ്യൽ ചേഞ്ച് ഒന്നും കൊണ്ടുവരുന്നില്ല. ഇറ്റ് ഈസ് ജസ്റ്റ് എ ടോക്കണിസ്റ്റ് മൂവ്മെന്റ്. ഓക്കെ, ദെൻ ഇറ്റ് റെസ്ട്രിക്ട് ദ ചോയ്സസ്. നേരത്തെ പറഞ്ഞ പോലെ ഗേൾസിന് ചോയ്സ് കൊടുക്കുന്നില്ല, ദേ ഹാവ് ടു ചേഞ്ച് ഇൻ ടു ബോയ്സ് യൂണിഫോം. ആ രൂപത്തിലാണ് ഈ റീഫോംസ് കൊണ്ടുവരാൻ നോക്കുന്നത്. സോ റെസ്ട്രിക്റ്റിംഗ് ചോയ്സസ് എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിയിലെ അല്ലെങ്കിൽ സോഷ്യൽ റീഫോംസിൽ ഒന്നിലും ഒരു മീനിങ് ഫുൾ റീഫോം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. ബിക്കോസ് വി ഹാവ് ടു മെയിൻറ്റെയിൻ ദ ഡൈവേഴ്സിറ്റി, ഇൻഡിവിജ്വൽ ഫ്രീഡം. ഓക്കെ, റൈറ്റ് ടു ചോയ്സ് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്, ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. റൈറ്റ് ടു മാരേജ് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് അല്ല, ബട്ട് ആരെ ചൂസ് ചെയ്യണം എന്നുള്ളത് എന്താണ്, ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ഓക്കെ, സോ റൈറ്റ് ടു ചോയ്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ദെൻ മിസ്പ്ലേസ്ഡ് പ്രയോറിറ്റി. സോ നമ്മുടെ പ്രയോറിറ്റി എന്തായിരിക്കണം, അല്ലാത്ത ഏരിയാസിലായിരിക്കണം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രൊവൈഡിങ് ദി ഓപ്പർച്യൂണിറ്റി, അതുപോലെ ലീഡർഷിപ്സ്. ഓക്കെ, സോ അതേപോലെ തന്നെ ബേസിക് എഡ്യൂക്കേഷൻസ്. ഇപ്പൊ നമുക്കറിയാം എഡ്യൂക്കേഷണൽ ഡിവൈഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഈവൻ ലിറ്ററസിയിൽ വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിവൈഡ് ഉണ്ട്. അപ്പം ഇതൊക്കെ അഡ്രസ്സ് ചെയ്യാൻ നോക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള ടോക്കണിസ്റ്റ് മൂവ്മെന്റ് വോണ്ട് ബ്രിങ് ആക്ച്വൽ സോഷ്യൽ ചേഞ്ചസ്. ഓക്കെ, ദെൻ റെസിസ്റ്റൻസ് വിത്തൗട്ട് അവയർനെസ്. ഇത് ജസ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി സൊസൈറ്റിയുടെ ഭാഗത്ത് നിന്ന് എന്തുണ്ടായിരിക്കും, ഒരുപാട് ആളുകൾ അതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, വരുന്നുണ്ടായിരിക്കും. അപ്പൊ ഒരു അനാവശ്യമായിട്ട് ഒരു സോഷ്യൽ എന്താ പറയുക ടെൻഷൻസ് ക്രിയേറ്റ് ചെയ്യായിരിക്കും ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാൻ പറ്റില്ല, ഇറ്റ് ഈസ് നോട്ട് എ മീനിങ് ഫുൾ റീഫോം. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഞാൻ ഈ ഒരു ടോപ്പിക്ക് ചിലപ്പോൾ UPSC ചോദിച്ചോളണം എന്നില്ല, ബട്ട് ഇതേ ഫോർമാറ്റിലുള്ള ചില കാര്യങ്ങൾ, അതായത് ഒരു റൈറ്റ് സോഷ്യൽ ചേഞ്ച് കൊണ്ടുവരാത്ത ചില കാര്യങ്ങൾ അത് നമുക്ക് വേണോ വേണ്ടേ എന്നുള്ളത് ചോദിക്കാം. അതിൽ നിങ്ങൾക്ക് സെയിം പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യാം.
ഓക്കെ, അതായത് ആക്ച്വൽ ഇഷ്യൂസിന് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അഡ്രസ് ചെയ്യുന്നില്ല, മിസ്പ്ലേസ്ഡ് പ്രയോറിറ്റീസ് ആണ് വരുന്നത്. സോഷ്യൽ അവയർനെസ് ഇല്ലാതെ ഇറ്റ് വിൽ ക്രിയേറ്റ് സോഷ്യൽ ഓപ്പറേഷൻ ലൈക്ക് അല്ലെങ്കിൽ ഒപ്പോസിഷൻ. അതുപോലെ തന്നെ മെന്റൽ സ്ട്രെസ് സ്ട്രെയിൻ ഇതെന്ത് ചെയ്യും, ഇമ്പാക്ട് ചെയ്യും. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ചോയ്സസിനെ അതെന്ത് ചെയ്യും, റെസ്ട്രിക്ട് ചെയ്യും. ഇങ്ങനത്തെ കീ വേർഡ്സ് കൊണ്ടുവന്നിട്ട് നമുക്ക് അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ ഈ സൈഡിലും അതെന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് ഇറ്റ് അഡ്രസ്സസ് ദി സബ്റ്റൽ, ലൈക്ക് സബ്റ്റിൽ ആയിട്ടുള്ള ചിലപ്പോൾ പാട്രിയാർക്കി ആയിരിക്കാം, അതല്ലെങ്കിൽ ലൈക്ക് സബ്റ്റിൽ ഫോംസ് ഓഫ് ദ കാസ്റ്റ് സിസ്റ്റം ആയിരിക്കും. അങ്ങനെ സബ്റ്റിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഇറ്റ് അഡ്രസ്സസ് ഇൻ ദ റൈറ്റ് വേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടാണ് ഈ സാധനം. അതായത് ഇങ്ങനത്തെ ഒരു ലൈക്ക് ഒരു മീനിങ് അല്ലാത്ത ഒരു ആക്ഷനെ കുറിച്ചിട്ട് UPSC ചോദിക്കുകയാണെങ്കിൽ അതിനെ നിങ്ങൾ എങ്ങനെ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളതിനാണ് ഈ ഒരു സാധനം നമുക്ക് പറഞ്ഞു തന്നത്. ഓക്കെ, ഇതിനടുത്തത് നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയുടെ അടുത്ത ഒരു ഫീച്ചറാണ് എന്തെന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ഡൈനാമിക് ആൻഡ് കൺസർവേറ്റീവ്. ഓക്കെ, ഇനി അങ്ങോട്ടേക്ക് പറയുന്ന പല വർക്കുകളും ലൈക്ക് ആക്ച്വലി ഇന്റർചേഞ്ചിങ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഡൈനാമിക് ആൻഡ് കൺസർവേറ്റീവ്. അതേപോലെ തന്നെ എനിക്ക് എന്ത് പറയാം, മോഡേൺ ആൻഡ് ട്രഡീഷണൽ എന്നും പറയാം. ഓക്കെ അല്ലേ? ഡൈനാമിക് എന്ന് പറയുന്ന സമയത്ത് ലൈക്ക് കണ്ടിന്യൂസ്ലി മോഡേൺ ആയിക്കൊണ്ടിരിക്കുകയാണ്, ഇറ്റ് ഈസ് ചേഞ്ചിങ്. Then conservative എന്ന് പറയുമ്പോൾ we are following the traditions itself. Over the generation we are following the same thing. So that's what we call like tradition. So ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ വലിയൊരു ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. ബട്ട് എനിവേ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ലൈക്ക് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി പറയൂ, ലൈക്ക് വാട്ട് ആർ ദ ഡൈനാമിക് ഫാക്ടേഴ്സ് ദാറ്റ് ഇസ് എക്സിസ്റ്റിംഗ് ഇൻ ദി ഇന്ത്യൻ സൊസൈറ്റി? നിങ്ങൾ പറയണം. എന്തെല്ലാം കാര്യങ്ങളിലാണ് നമുക്ക് ഇന്ത്യൻ സൊസൈറ്റി ഒരു ഡൈനാമിക് ആണ്, ഇറ്റ് ഈസ് അണ്ടർഗോയിങ് കണ്ടിന്യൂസ് ട്രാൻസ്ഫോർമേഷൻ ഓർ ദി ചേഞ്ചസ്? ഞാൻ നിങ്ങൾക്ക് ഒരു ലൈക്ക് ഒരു ഫ്രെയിം വർക്ക് കൂടെ ഉണ്ടാക്കി തരാം. അതായത് സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചേഞ്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിങ്ക് ചെയ്യാൻ ഒരു ഫ്രെയിം വർക്ക് വേണം. സോ ഏതൊക്കെ ഫ്രെയിം വർക്കിൽ നിങ്ങൾ ചിന്തിക്കാം? ഇപ്പോൾ സൊസൈറ്റി ആണ് എന്നുണ്ടെങ്കിൽ സൊസൈറ്റിയുടെ ഏതൊക്കെ ഡയമെൻഷൻസിൽ സൊസൈറ്റി ചേഞ്ച് ചെയ്യാം? ഫസ്റ്റത്തത് എക്കണോമി. ഓക്കെ, ഇതിന് അടുത്തത് ഞാൻ ലൈക്ക് നമ്മൾ തുടങ്ങിയ സമയത്ത് എന്ത് സിലബസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സോഷ്യൽ റിലേഷൻഷിപ്സ്. സോഷ്യൽ റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ സോഷ്യൽ റിലേഷൻസ്, സോഷ്യൽ ഇന്ററാക്ഷൻ. ഓക്കെ, സോഷ്യൽ റിലേഷൻ ഓർ ഇന്ററാക്ഷൻ. ദെൻ അടുത്തത് എക്കോളജിക്കൽ അവയർനെസ്. ദെൻ പൊളിറ്റിക്കൽ. ഓക്കെ, സോ പിന്നെ എന്തിനാണ് ചേഞ്ച് ചെയ്യാറുള്ളത്? കൾച്ചറൽ പ്രാക്ടീസസ്. കൾച്ചറൽ പ്രാക്ടീസസ്. Then comes like social institution. സോ സൊസൈറ്റിയുടെ ഏത് ചോദ്യം വരുന്ന സമയത്തും ഇങ്ങനത്തെ ഒരു സ്ട്രക്ചറൽ ഫ്രെയിംവർക്കിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചു, ഏതൊക്കെ പെർസ്പെക്റ്റീവിലാണ് ഡൈനാമിക്, ഏതൊക്കെ പെർസ്പെക്റ്റീവിലാണ് കൺസർവേറ്റീവ് എന്നുള്ളത്. ഓക്കെ, സോ ഏതൊക്കെ പെർസ്പെക്റ്റീവിലാണ് ഡൈനാമിക്, ഏതൊക്കെ പെർസ്പെക്റ്റീവിലാണ് കൺസർവേറ്റീവ് എന്നുള്ളത് ചോദിച്ചു. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ പെർസ്പെക്റ്റീവില് പൊളിറ്റിക്കൽ. സോ പൊളിറ്റിക്കലിൽ എന്താണ് മോഡേൺ ആയിട്ട് വന്നിട്ടുള്ളത്? ലൈക്ക് ചില കാര്യങ്ങളൊക്കെ ഇന്ത്യ ഇസ് ലൈക്ക് മച്ച്, ഐ മീൻ എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു ദ പൊളിറ്റിക്കൽ റിഫോംസ്, ചില കാര്യങ്ങളിൽ ഇന്ത്യ ഇസ് മച്ച് അഡ്വാൻസ്ഡ് കമ്പയർഡ് ടു ദി മെനി അതർ കൺട്രീസ്. ഈവൻ ഇൻ റീസെന്റ് ടൈംസ് ലൈക്ക് ട്രംപും മോദിയും തമ്മിലുള്ള ഒരു മീറ്റിംഗിന്റെ ഇടയിലും ട്രംപ് ചെറുതായിട്ടൊന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൈം മിനിസ്റ്റർ ചെറുതായിട്ടൊന്ന് കുത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ ഒരു ഇഷ്യൂ എന്തായിരുന്നു? നിങ്ങൾ പേപ്പർ വായിക്കാറില്ലേ? ഏതാണ്? അതായത് EVM ഒഴിവാക്കിയിട്ട് നിങ്ങൾ എന്തിലേക്ക് തന്നെ തിരിച്ചു വരണം, പേപ്പർ ബാലറ്റിലേക്ക് തന്നെ തിരിച്ചു വരണം എന്ന് പറഞ്ഞിട്ട് മോദി എന്ത് ചെയ്തിട്ടുണ്ട്, ഉപദേശിച്ചിട്ടുണ്ട്. ടു എൻഷുർ എ ഫെയർ ഇലക്ഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട്. തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ EVM വെച്ചിട്ടുള്ള ഇലക്ഷൻ ഫെയർ അല്ല എന്നാണ് ട്രംപ് ഉദ്ദേശിച്ചത്. ലൈക്ക് അത് അവർ തമ്മിലുള്ള ചെറിയൊരു ലൈക്ക് ഈഗോ ക്ലാഷ്, വാട്ട് എവർ ഇറ്റ് മേ ബി. സോ വി ഹാവ് ഇൻട്രൊഡ്യൂസ്ഡ് ലൈക്ക് ന്യൂ സിസ്റ്റംസ് ലൈക്ക് EVM സിസ്റ്റംസ്. പേപ്പർ ബാലറ്റ് ആണ്. ഈവൻ ലൈക്ക് US, ജപ്പാന് ഇവരൊക്കെ യൂസ് ചെയ്യുന്നത് പേപ്പർ ബാലറ്റ് സിസ്റ്റം തന്നെയാണ്. അപ്പൊ ഇലക്ഷനിൽ ആ ഒരു ഫെയർനെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ലൈക്ക് ആ ഒരു എൻ്റെ ഡിസ്കഷൻ വേറെ സെപ്പറേറ്റ് ആണ്. അല്ലല്ല, ഞാൻ പറഞ്ഞാണ്. ബട്ട് ഈ മോദി ട്രംപിന്റെ ഇടയിൽ ജസ്റ്റ് ഒന്ന് കുത്താൻ വേണ്ടിയിട്ട് ട്രംപ് യൂസ് ചെയ്തു എന്നുള്ളത് മാത്രം. അതല്ലാതെ അതിനെന്തില്ല, നമ്മുടെ EVM സിസ്റ്റം ലൈക്ക് പ്രശ്നമായതുകൊണ്ട് അങ്ങനെയൊന്നുമല്ല. അറ്റ് പ്രസന്റ് ഇതിനൊരു പ്രശ്നം ഉണ്ട് എന്നുള്ളത് ഇതുവരെ ആർക്കും പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞത് പ്രൂവ് ചെയ്യാൻ, ഇതുവരെ ഉള്ളത് അലിഗേഷൻസ് ആണ്, രണ്ടും ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, സോ ലൈക്ക് വി ഹാവ് ഇൻട്രൊഡ്യൂസ്ഡ് EVM. ഓക്കെ,
സോ അതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല, ലൈക്ക് സുവാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് AI ബേസ്ഡ് സിസ്റ്റം വി ഹാവ് അഡോപ്റ്റഡ് ഇൻ ജുഡീഷ്യൽ കേസ് ഡിസ്പെൻസേഷൻ. ഓക്കെ, സോ ഇങ്ങനെ ആവുന്ന സമയത്ത് ഈ ഒരു പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മോഡേൺ ടെക്നോളജീസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ EV എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻക്രിപ്റ്റഡ് മെത്തേഡ് ആണ്. ഓക്കെ, ദെൻ ലൈക്ക് സുവാസ് എന്ന് പറയുന്നത് എന്താണ്, AI ബേസ്ഡ് സിസ്റ്റംസ് ആണ്. ഓക്കെ, ദെൻ അതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, നാഷണൽ ഗവേണൻസ് പ്ലാൻ വരുന്നുണ്ട്. ഓക്കെ, സോ അതും എന്താണ്, മോഡേൺ ടെക്നോളജീസ് ആണ്. ഈവൻ നമ്മുടെ ടോൾ കളക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഫാസ്റ്റ് ടാക്സ് കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഈ പറയുന്ന ടെക്നോളജി എന്തിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്, പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇതൊക്കെ എങ്ങനെ കീവേഡ്സ് ആയിട്ട് പ്രസന്റ് ചെയ്യണം എന്നുള്ളത് കുറച്ചുകൂടെ കഴിയുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് പറഞ്ഞുതരും. ബട്ട് ഈ ഒരു ഡയമെൻഷൻ നിങ്ങൾ ചിന്തിക്കുക, ഈ പറയുന്ന എല്ലാ പെർസ്പെക്റ്റീവിലും എന്താണ്, പൊളിറ്റിക്കലി നമ്മൾ ഡൈനാമിക് ആണ് വെൻ ഇറ്റ് കംസ് ടു ലൈക്ക് അഡോപ്റ്റിംഗ് ന്യൂ ടെക്നോളജീസ്. ഇനി ഏതൊക്കെ പെർസ്പെക്റ്റീവിലാണ് നമ്മൾ എപ്പോഴും കൺസർവേറ്റീവ് ആയിട്ട് നിൽക്കുന്നത്? ലൈക്ക് എന്താ പറഞ്ഞ, റിലീജിയസ് പ്രാക്ടീസസും അത് ലൈക്ക് കൾച്ചറൽ പ്രാക്ടീസസ് ആണ്. ബട്ട് ഇവിടേക്ക് വരുന്ന സമയത്ത് കാസ്റ്റ് ബേസ്ഡ് പൊളിറ്റിക്സ് അല്ലെങ്കിൽ കാസ്റ്റ് പൊളിറ്റിക്സ്, ഈ പെർസ്പെക്റ്റീവിൽ നമ്മൾ ഇപ്പോഴും ട്രഡീഷണൽ തന്നെയാണ്. റിലീജിയസ് പൊളിറ്റിക്സ്, കാസ്റ്റ് പൊളിറ്റിക്സ്, കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡന്റിറ്റി പൊളിറ്റിക്സ്. ഒരു ഐഡന്റിറ്റിയുടെ ബേസിലാണ് നമ്മൾ ഇപ്പോഴും എന്ത് ചെയ്യുന്നത്, ആളുകളെ പലപ്പോഴും തിരഞ്ഞെടുക്കാറുള്ളത്. ഓക്കെ, ലൈക്ക് ഈവൻ പല പൊളിറ്റിക്കൽ പാർട്ടീസും, ഒരു സെക്യുലർ ഇന്ത്യയിലെ പല പൊളിറ്റിക്കൽ പാർട്ടീസും ദേ ഹാവ് ലൈക്ക് ദ റിലീജിയസ്, ആ ഒരു റിലീജിയൻ വെച്ചിട്ടാണ് പൊളിറ്റിക്കൽ പാർട്ടീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ലൈക്ക് ദാറ്റ് നെയിം ഇസ് ദിയർ. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ പറയുന്ന കാസ്റ്റ് പൊളിറ്റിക്സ് ഓർ ഐഡന്റിറ്റി പൊളിറ്റിക്സ് ഇസ് സ്ട്രോങ് റൂട്ടഡ് വിച്ച് ഇസ് പാർട്ട് ഓഫ് കൺസർവേറ്റീവ്. അത് ചേഞ്ച് ആവുന്നില്ല. നമ്മൾ ഡെവലപ്മെന്റിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒരുപാട് ഡിസ്കസ് ചെയ്യുന്നില്ല, എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു നോർത്ത് ഇന്ത്യ. കേരളത്തിലേക്ക് വരുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഉണ്ട്. എന്ത് ചേഞ്ചസ് ആണ് നമ്മൾ കൊണ്ടുവരുന്നത്, ആസ് സച്ച് ഒരു ഡെവലപ്മെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, ജനങ്ങൾ വോട്ട് ചെയ്യില്ല. അതുകൊണ്ടാണ് ഇൻ റീസെന്റ് ടൈംസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2026 എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ഷൻ വരുന്നുണ്ട്. അത് മുന്നോട്ടിയായിട്ടാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത്, നമ്മുടെ റോഡുകളൊക്കെ ഇത്ര കണ്ടീഷൻ ആക്കിയത്. ലൈക്ക് ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ റോഡുകൾ മുഴുവൻ എന്ത് ചെയ്യുന്നുണ്ട്, റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇതിനു മുമ്പ് പല ലൈക്ക് ഫോർ എക്സാമ്പിൾ ലൈക്ക് ജയസൂര്യ ഇതുപോലുള്ള പല ആക്ടേഴ്സും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പൃഥ്വിരാജ് ഇതുപോലുള്ള പല ആക്ടേഴ്സും, അതുപോലെ തന്നെ ലൈക്ക് സോഷ്യലി റിനൗണ്ട് ആയിട്ടുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഗവൺമെന്റിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. റോഡ് എന്ന് പറയുന്നത് ലൈക്ക് വളരെ എന്താണ്, പരിതാപകരമാണ്. ഈവൻ മേഘാലയയിൽ, നമ്മുടെ കേരളത്തിൽ ഇതിനെക്കാട്ടി കൂടുതൽ മഴ കിട്ടുന്ന അവിടെ പോലും എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടുത്തതിനെക്കാട്ടി നല്ല റോഡുകൾ ഉണ്ട്. ഇങ്ങനെയൊക്കെ ഒരുപാട് അലിഗേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. സോ അത് മുഴുവൻ അവർ അഡ്രസ് ചെയ്യേണ്ട ഒരു കാരണം എന്ന് പറയുന്നത് എന്താണ്, കേരളത്തിന് ആസ് സച്ച് ഈ പറയുന്ന ഐഡന്റിറ്റി പൊളിറ്റിക്സിന്റെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ആസ് സച്ച് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു സാധനം ജനങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അവരെന്ത് ചെയ്യില്ല, വോട്ട് ചെയ്യില്ല എന്നുള്ളൊരു കാര്യം നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഐഡന്റിറ്റി പൊളിറ്റിക്സ് നിന്ന് നമ്മൾ മാറിയിട്ടുണ്ട്. ബട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എൻറ്റിയർ ഇന്ത്യ ആണ്. ഇന്ത്യ സ്റ്റിൽ ഫോളോയിങ് ദി ഐഡന്റിറ്റി പൊളിറ്റിക്സ്. ഓക്കെ, ഇന്ത്യ സ്റ്റിൽ ഫോളോയിങ് ദി ഐഡന്റിറ്റി പൊളിറ്റിക്സ്. ദിസ് വി ഹാവ് ടു നോ. ദെൻ അടുത്തത്, സോ പൊളിറ്റിക്കൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അതേപോലെ ലൈക്ക് എക്കണോമി എടുക്കുക. എക്കണോമിയിൽ എന്തൊക്കെയാണ് ഡൈനാമിക് ആയിട്ട് വരുന്നത്, ഈ പറയുന്ന ഓരോ കാര്യം UPSC എടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഐ എം റിപ്പീറ്റിംഗ് ഇറ്റ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ലൈക്ക് എക്കണോമിയുടെ കാര്യത്തിൽ ഡൈനാമിക് ആയിട്ട് വന്നിട്ടുള്ള ഓരോ എലമെന്റും UPSC പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ എസ്പെഷ്യലി ടെക്നോളജിക്കൽ റീഫോംസ് അല്ലെങ്കിൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് കഴിഞ്ഞ് കോവിഡ് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു ചേഞ്ച് ആയിരുന്നു ഗിഗ് എക്കണോമി. ആ വർഷം തന്നെ ഗിഗ് എക്കണോമി എന്ത് ചെയ്തിട്ടുണ്ട്, UPSC ചോദിച്ചിട്ടുണ്ട്. ഗിഗ് എക്കണോമിയുടെ ഇമ്പാക്ട് ഓൺ വുമൺ, ഗിഗ് എക്കണോമിയുടെ ഇമ്പാക്ട് ഓൺ വുമൺ എന്ത് ചെയ്തിട്ടുണ്ട്, UPSC ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ എന്ത് ചെയ്യാറുണ്ട്, ഓരോ ചേഞ്ചസും ഡൈനാമിക് ആയിട്ട് വരുന്നത് എന്ത് ചെയ്യാറുണ്ട്, റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഏതൊക്കെ പെർസ്പെക്റ്റീവിലാണ് ഇന്ത്യൻ എക്കണോമി ഡൈനാമിക് എന്ന് പറയാൻ പറ്റുക, ഏതൊക്കെ പെർസ്പെക്റ്റീവിലാണ്? ജസ്റ്റ് നിങ്ങളാണ് കേട്ടോ പറഞ്ഞു തരേണ്ടത്. എന്താണ് എക്കണോമിക്കലി ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ നോക്കുന്ന സമയത്ത്? ഒന്ന് ഞാൻ പറഞ്ഞു, ഗിഗ് എക്കണോമി എന്ന് പറയുന്നത് വരുന്നുണ്ട്. വേറെ എന്താണ് ടെക്നോളജിക്കൽ ട്രാൻസ്ഫോർമേഷൻ ദാറ്റ്സ് ഹാപ്പനിങ് ഇൻ ദി ഇന്ത്യൻ സൊസൈറ്റി? എക്കണോമിക്കലി ചേഞ്ച്, ലൈക്ക് സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റംസ് ആർ കമ്മിങ്. അതായത് MSME സെക്ടേഴ്സ് വരുന്നുണ്ട്. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയലൈസേഷൻ ഇസ് ഹാപ്പനിങ്. വാട്ട് ഫോം ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ? അതിന് തന്നെ ഡിഫറെന്റ് ഡയമെൻഷൻസ് നമുക്ക് കൊണ്ടുവരാം. സോ ലൈക്ക് ഫോർ എക്സാമ്പിൾ ലൈക്ക് ഏർലിയർ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്നത് പൊല്യൂട്ടൻ ആയിരുന്നു, ലൈക്ക് പൊല്യൂട്ടിംഗ് ആയിരുന്നു. ഇപ്പൊ നമ്മൾ എനർജി കൺസർവേഷൻ
ആ ഒരു രൂപത്തിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏർലിയർ എന്തായിരുന്നു, ഒരു പൊല്യൂട്ടിംഗ് ആയിരുന്നുണ്ടെങ്കിൽ നൗ സസ്റ്റൈനബിൾ മോഡലിലേക്ക് മാറിയിട്ടുണ്ട്. ഓക്കെ, സോ ആ ഒരു കാര്യം നമുക്ക് എന്ത് ചെയ്യാം, എംഫസിസ് ചെയ്യാം. ബട്ട് ദാറ്റ് ഐ വിൽ ഇൻക്ലൂഡ് ഓവർ ഹിയർ. എക്കോളജിക്കൽ ആയിട്ടുള്ള നമ്മുടെ കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ എക്കോളജിക്കൽ ഡിബേറ്റ്സ് ഡിസ്കഷന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു ചേഞ്ച് ആണ് അതെന്ന് പറയുന്നത്. വേറെ എന്ത് ചേഞ്ച് വരുന്നത്, ലൈക്ക് MSME സെക്ടേഴ്സ് ആർ ഗ്രോയിങ്, ദാറ്റ്സ് അതിനെ കുറച്ചുകൂടെ എന്തായിട്ട് പറയാം, ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയാം, അർബനൈസേഷൻ എന്ന് പറയാം. ഓക്കെ, സോ ഈ പെർസ്പെക്റ്റീവിലൊക്കെ, അതായത് എക്കണോമിയുടെ പെർസ്പെക്റ്റീവ്സ് ആണ് എഴുതാൻ പോകുന്നത്. ഒന്ന്, ഇൻഡസ്ട്രിയലൈസേഷൻ ഇസ് ഹാപ്പനിങ്. അതുപോലെ തന്നെ എന്ത് വരുന്നുണ്ട്, അർബനൈസേഷൻ. ഓക്കെ, സോ ഇതൊക്കെ എന്തിന്റെ ഭാഗമാണ്, എക്കണോമിയുടെ ഭാഗമായിട്ട് സൊസൈറ്റിയിൽ നടക്കുന്ന ഡൈനാമിക് ചേഞ്ചസ് ആണ്. ഓക്കെ, വേറെ എന്താ പറയാൻ പറ്റുക, നമ്മൾ കേരളത്തിന്റെ കേസിൽ അല്ലെങ്കിൽ ഈവൻ ഇപ്പൊ ഇന്ത്യയുടെ കേസിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമുണ്ട്, വി ആർ ട്രാൻസ്ഫോമിങ് ഫ്രം ട്രഡീഷണൽ എക്കണോമി ടു നോളജ് ബേസ്ഡ് എക്കണോമി. ഓക്കെ, സോ എന്തിലേക്ക് നമ്മളിപ്പോൾ ട്രാൻസ്ഫോം ആവുന്നുണ്ട്, ഒരു നോളജ് ബേസ്ഡ് എക്കണോമിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്ഫോം ആവുന്നുണ്ട്. ഓക്കെ, സോ അതേപോലെ തന്നെ ലൈക്ക് ട്രഡീഷൻ ടു ടെക്നോളജിക്കൽ. ഇപ്പൊ കുറെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ടെക്നോളജിക്കൽ ആയിട്ടുണ്ട്. സോ ഫോർ എക്സാമ്പിൾ ലൈക്ക് UPI പേയ്മെന്റ്സ് മുഴുവൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ലൈക്ക് ലാസ്റ്റ് ടൈം നിങ്ങളൊക്കെ ക്യാഷ് യൂസ് ചെയ്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈക്ക് യു മേ ഹാവ് യൂസ്ഡ്, ബട്ട് അതിന്റെ ഒരു ഇന്റൻസിറ്റി കുറഞ്ഞിട്ടുണ്ട്. മോസ്റ്റ് ഓഫ് യുവർ ട്രാൻസാക്ഷൻസ് ആർ ത്രൂ ദി ഡിജിറ്റൽ, ലൈക്ക് UPI അല്ലെങ്കിൽ ലൈക്ക് അതർ മീൻസ്. ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്, ടെക്നോളജിക്കൽ. ഓക്കെ, സോ ടെക്നോളജിക്കൽ എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യേണ്ടതാണ്. സൊസൈറ്റിയുടെ പെർസ്പെക്റ്റീവില് ടെക്നോളജി എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട്, ഞാൻ ആക്ച്വലി ഇവിടെ തന്നെ എഴുതേണ്ട ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത്, ടെക്നോളജി. ഓക്കെ, ബട്ട് ടെക്നോളജി എന്ന് പറയുന്നത് കണ്ടിന്യൂസ്ലി ഡൈനാമിക് ആണ്. അതിൽ കൺസർവേഷൻ എന്ന് പറയുന്ന ഒരു സാധനം ടെക്നോളജിയുടെ കേസിൽ വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യാഞ്ഞത്, ഇവിടെ എഴുതാതിരുന്നത്. ഓക്കെ, സോ ടെക്നോളജി ഇസ് ലൈക്ക് കണ്ടിന്യൂസ്ലി, അത് ഡൈനാമിക് ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവിൽ മാത്രമേ നമുക്ക് ടെക്നോളജിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. നമ്മൾ ഇപ്പോഴും എന്താ പറയുന്നത്, വിൻഡോസ് XP അല്ല യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ തവണ ലൈക്ക് പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുമ്പോൾ വി ആർ ലൈക്ക് അപ്ഗ്രേഡിങ് ഇൻ ടു ഇറ്റ്. പുതിയ ലൈക്ക് മെത്തേഡ്സ് ഓഫ് ലൈക്ക് കമ്മ്യൂണിക്കേഷൻ അത് വരുന്ന സമയത്ത് നമ്മൾ അത് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതുകൊണ്ടാണ് ടെക്നോളജിയുടെ കേസ് ഞാൻ എന്ത് ചെയ്യാഞ്ഞത്, അവിടെ എഴുതാതിരുന്നത്. ബട്ട് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു കാര്യം ഡിസ്കസ് ചെയ്യും, അതായത് സൊസൈറ്റിയിൽ ചേഞ്ചസ് ഉണ്ടാക്കുന്ന ഫോഴ്സസ് എന്തൊക്കെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യും. അവിടെ നമ്മൾ എന്ത് ചെയ്യും, സൊസൈറ്റി ലൈക്ക് ടെക്നോളജി സെപ്പറേറ്റ് എടുക്കും. ബട്ട് എനിവേ എക്കണോമിയുടെ പെർസ്പെക്റ്റീവിലേക്ക് എടുക്കുന്ന സമയത്ത് ടെക്നോളജിക്കൽ ആയിട്ടുള്ള എക്കണോമിക് ട്രാൻസിഷൻസ് നടക്കുന്നുണ്ട്. അതെന്താണ്, ഡൈനാമിക് ആണ്. ഓക്കെ, ഇനി കൺസർവേറ്റീവ് ആയിട്ട് എന്താ വരുന്നത് ടെക്നോളജിയുടെ കേസിൽ, എന്തെങ്കിലും ലൈക്ക് പെർസ്പെക്റ്റീവ്സിൽ ഇന്ത്യ ഇപ്പോഴും പഴയ പോലെ നിലനിൽക്കുന്നുണ്ടോ? Is India an agrarian economy or like farming practices, അല്ലെങ്കിൽ even now India is following the germ cultivation, shifting cultivation. It is still prevalent. Like almost like more than 50% of the Indian population is still dependent on agriculture. Like almost 46%. അപ്പൊ നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് അഗ്രേറിയൻ എക്കണോമിയാണ് ഇപ്പോഴും. ഓക്കെ, സോ അഗ്രേറിയൻ എക്കണോമിയാണ്. സോ ദാറ്റ്സ് ലൈക്ക് എ കൺസർവേറ്റീവ്. നമ്മൾ ഇപ്പോഴും അതൊന്നും എന്ത് ചെയ്തിട്ടില്ല, ചേഞ്ച് ചെയ്തിട്ടില്ല. മെക്കനൈസേഷൻസ് ഒന്നും ഹാപ്പൻ ചെയ്തിട്ടില്ല ഇന്ത്യയിൽ ഇപ്പോഴും. ഓക്കെ, ലാൻഡ് ഫ്രാഗ്മെന്റേഷൻ അങ്ങനെ ഒരുപാട് റീസൺസ് ഉണ്ട്. ബട്ട് എനിവേ മെക്കനൈസേഷൻസും കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. വി ആർ സ്റ്റിൽ ആൻ അഗ്രേറിയൻ എക്കണോമി. ഓക്കെ, സോ ആ ഒരു പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ എന്താണ്, വി ആർ സ്റ്റിൽ കൺസർവേറ്റീവ് ആണ്. ഓക്കെ, ദെൻ അടുത്തത് സോഷ്യൽ റിലേഷൻ. ഇതിന്റെ കേസിലോ ലൈക്ക് സോഷ്യൽ ഇന്ററാക്ഷൻ അല്ലെങ്കിൽ സോഷ്യൽ ചേഞ്ചസിന്റെ കാര്യത്തിൽ, സോഷ്യൽ റിലേഷൻസിന്റെ കാര്യത്തിൽ എങ്ങനെയാണ് നമ്മളിപ്പോഴും ഏതൊക്കെ പെർസ്പെക്റ്റീവ്സിലാണ് നമ്മൾ ഡൈനാമിക് ആവുന്നത്? സോഷ്യൽ റിലേഷൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഓരോ സെക്ഷൻസിനെ കൺസിഡർ ചെയ്യാം. ഏതൊക്കെ സെഷൻസ് ആണ് നമ്മുടെ സൊസൈറ്റിയിൽ വരുന്നത്, അവർ തമ്മിലുള്ള ഇന്ററാക്ഷൻസ് എങ്ങനെയാണെന്നുള്ളത് നോക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, പോയിന്റ്സ് ജനറേറ്റ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾ പോയിന്റ് പറയേണ്ട ടൈം ആയിട്ടുണ്ട്. പറ, ഡൈനാമിക് ആയിട്ട് എന്തൊക്കെയാണ് സോഷ്യൽ റിലേഷൻ അല്ലെങ്കിൽ ഇന്ററാക്ഷനിൽ സംഭവിക്കുന്നത്? ഫാമിലിയിലുള്ള ചേഞ്ചസ് വരുന്നുണ്ട്. ബട്ട് കുറച്ചുകൂടെ ഇപ്പൊ നിങ്ങൾ ലൈക്ക് ആ ബേസ് ലെവലിൽ നിന്ന് സൊസൈറ്റിയിൽ നിന്ന് കുറച്ചുകൂടെ മുമ്പോട്ടേക്ക് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ആൻസേഴ്സ് കുറച്ചുകൂടെ റിഫൈൻഡ് ആൻസേഴ്സ് വരണം. ഫാമിലി സ്ട്രക്ചർ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ന്യൂ ഫോംസ് ഓഫ് ഫാമിലീസ് ആർ എമർജിങ്. അത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അതായത് ലൈക്ക് ഹോമോസെക്ഷൽ ഫാമിലീസ് ആർ കമ്മിങ്. ഓക്കെ, അതുപോലെ ലൈക്ക് സിംഗിൾ മദർ ഫാമിലീസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എന്ത് വരുന്നുണ്ട്, ഓൺലൈൻ ഡേറ്റിംഗ്. ഓക്കെ, ലൈക്ക് ഓൺലൈൻ ആപ്സ് ആർ ദെയർ, ഓൺലൈൻ മാട്രിമോണിയൽ സൈറ്റ്സ് ആർ ദെയർ, ഓൺലൈൻ ഡേറ്റിംഗ്സ് ആർ ദെയർ. സോ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ്
ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ലൈക്ക് ടെക്നോളജിയിലും ലൈക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ബട്ട് എനിവേ ത്രൂ ടെക്നോളജി സോഷ്യൽ ഇന്ററാക്ഷൻ നടക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇവിടെ എന്ത് ചെയ്തിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ ആ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ എന്ത് വരുന്നുണ്ട്? വേറെ എന്ത് ചേഞ്ചസ് വരുന്നുള്ളത് സോഷ്യൽ ഇന്ററാക്ഷന്റെ? ലൈക്ക് നമ്മളിവിടെ പറഞ്ഞ ഈ ഹോമോ കപ്പിൾസ് അല്ലെങ്കിൽ ഈ തേർഡ് ജെൻഡർ കാറ്റഗറി, ഓക്കെ, ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ തേർഡ് ജെൻഡർ കാറ്റഗറിയിലേക്കൊക്കെ വരുന്ന ആളുകളുടെ സോഷ്യൽ ആക്സെപ്റ്റൻസ് കൂടിയിട്ടുണ്ട് ഇല്ലേ? സോഷ്യൽ ആക്സെപ്റ്റൻസ് കൂടിയിട്ടുണ്ട്. കാരണം എന്താണ്? ഒന്ന് ലൈക്ക് മോഡേൺ എഡ്യൂക്കേഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ലൈക്ക് വി ആർ മേക്കിംഗ് ലോസ്. ഓക്കെ, ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്? ലോസ് നമുക്ക് ഇതുവരെ ഉണ്ടായിരുന്ന പല ലോസും കൺസർവേറ്റീവ് ആയിരുന്നു. ഓക്കെ, ആർട്ടിക്കിൾ ലൈക്ക് 370, ആർട്ടിക്കിൾ ലൈക്ക് 377 ഒക്കെ ഉണ്ടായിരുന്നു. സോ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പലപ്പോഴും അബോളിഷ് ചെയ്യുന്നുണ്ട്. സോറി, IPC 377 ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പൊ അബോളിഷ് ചെയ്യുന്നുണ്ട്. അതായത് ലൈക്ക് ഈവൻ അഡൾട്ടറി, പ്രാക്ടീസ് ഓഫ് ലൈക്ക് അഡൾട്ടറി വാസ് ദെയർ, അതർ ലൈക്ക് ഹോമോസെക്ഷൽ, ഇതൊക്കെ ലൈക്ക് ക്രിമിനൽ ആക്ടിവിറ്റീസ് ആയിരുന്നു. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ലൈക്ക് ഐദർ വി ഹാവ് റിവോക്ഡ് ഇറ്റ് ഓർ ലൈക്ക് വി ഡിക്ലെയർഡ് ഇറ്റ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? IPC ഒക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ കുറച്ചും കൂടെ സോഷ്യൽ ആക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ജുഡീഷ്യറിയിലെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ നവതേജ് സിംഗ് ജവഹർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ്, ഓക്കെ, സോ അതുപോലെ തന്നെ നെൽസ ജഡ്ജ്മെന്റ്. സോ ഇങ്ങനത്തെ ഒരുപാട് കേസുകൾ, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ കാരണം സോഷ്യൽ ആക്സെപ്റ്റൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? കൂടിയിട്ടുണ്ട്. ദിസ് ഹാസ് ബിക്കം ദ ന്യൂ സോഷ്യൽ നോർമൽ. ഓക്കെ, ഇതൊരു പുതിയ സോഷ്യൽ നോർമൽ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? മാറിയിട്ടുണ്ട്. ഓക്കെ, സോ ക്ലിയർ ആണോ? ഓക്കെ, സോ ഈ കാര്യത്തിലൊക്കെ നമ്മുടെ സൊസൈറ്റി ഇപ്പോഴും എന്താണ്? വി ആർ ലൈക്ക് എക്സാക്ട്ലി, അതിലേക്കാണ് ഞാൻ വരുന്നത്. ആ പെർസ്പെക്റ്റീവ് വരുന്ന സമയത്ത് അത് ട്രഡീഷണൽ ആണ്. അപ്പൊ ഈ രൂപത്തിലുള്ള കാര്യത്തിലൊക്കെ സൊസൈറ്റി എന്താ ചെയ്തിട്ടുണ്ട്? ഡൈനാമിക് ആയിട്ടുണ്ട്. ബട്ട് ഏതൊക്കെ പെർസ്പെക്റ്റീവാണ് ഇപ്പോഴും അത് ട്രഡീഷണൽ ആയിട്ട് നിൽക്കുന്നത്? അതായത് ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ എന്ത് നിൽക്കുന്നുണ്ട്? കാസ്റ്റ്, സെക്ടറിനിസം, ഓക്കെ, കാസ്റ്റ് അതുപോലെ തന്നെ സെക്ട്, ഈ കാര്യങ്ങളൊക്കെ ഇപ്പോഴും എന്താണ്? സ്ട്രോങ് ആണ്. ഈവൻ പാട്രിയാർക്കി ഈസ് ആൾസോ ദേ. ഓക്കെ, സോ പാട്രിയാർക്കി, സോ ഈ പറയുന്ന എല്ലാ പെർസ്പെക്റ്റീവ്സിലും എന്താണ്? ഇന്ത്യ ഇസ് സ്റ്റിൽ കൺസർവേറ്റീവ് റിഗാർഡിംഗ് ദി സോഷ്യൽ റിലേഷൻസ് അല്ലെങ്കിൽ സോഷ്യൽ ഇന്ററാക്ഷന്റെ കേസിൽ ഇപ്പോഴും എന്താണ്? ദെൻ അതേപോലെ തന്നെ ഇപ്പോഴും എന്താണ്? കമ്മ്യൂണൽ ആസ്പെക്ട്സ് ആർ ദെയർ. ഓക്കെ, ലൈക്ക് സെക്യുലർ ആണെന്ന് പറയുന്ന സമയത്തും കമ്മ്യൂണൽ ടെൻഷൻസ് ആർ ദെയർ. സോ ഈ എല്ലാ പെർസ്പെക്റ്റീവ്സും നോക്കുന്ന സമയത്ത് വി ആർ സ്റ്റിൽ കൺസർവേറ്റീവ് സൊസൈറ്റിയാണ്. വി ആർ സ്റ്റിൽ നോട്ട് ഏബിൾ ടു ചേഞ്ച്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന അടുത്ത പോയിന്റ് ആണ് ഹോണർ കില്ലിംഗ്. ഓക്കെ, സോ ഹോണർ കില്ലിംഗ്സ് ആർ ഹാപ്പനിങ്. ഹോണർ കില്ലിംഗ്സ് ആർ ഹാപ്പനിങ്. അപ്പൊ അതും എന്താണ്? നമ്മുടെ സൊസൈറ്റിയുടെ ഒരു കൺസർവേറ്റീവ് സ്വഭാവത്തിന് എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ, ദെൻ അടുത്തത് എക്കോളജിക്കൽ. എക്കോളജിക്കലിന്റെ കേസിൽ ഏതൊക്കെ പെർസ്പെക്ടീവ്സിലാണ് നമ്മൾ മോഡേൺ ആവുന്നുണ്ട് അല്ലെങ്കിൽ ഡൈനാമിക് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്? ഏ എങ്ങനെ? പൊല്യൂഷൻ, എൻവിറോൺമെന്റൽ, എൻവിറോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് ഇസ് ദേർ. അതായത് ലൈക്ക് എൻവിറോൺമെന്റൽ കോൺഷ്യസ് ഹാസ് ഇൻക്രീസ്ഡ് ഓർ എൻവിറോൺമെന്റൽ കൺസേൺസ്, environmental concerns like consciousness or environmental concerns have increased. നമ്മൾ എന്തൊരു പെർസ്പെക്ടീവ്സ് എടുക്കുന്ന സമയത്തും അതിന്റെ എക്കോളജിക്കൽ അല്ലെങ്കിൽ എൻവിറോൺമെന്റൽ ഇമ്പാക്ട് എന്താണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നോക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എൻവിറോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് അതുപോലെ തന്നെ ലൈക്ക് സോഷ്യൽ ഇമ്പാക്ട് അസസ്മെന്റ് നമ്മൾ ചെയ്യാറുണ്ട്. ഓക്കെ, ലൈക്ക് ബട്ട് ഇത് എന്ത് ചെയ്യാറില്ല? ലീഗലി നമ്മൾ എൻഫോഴ്സ് ചെയ്തിട്ടില്ല. ബട്ട് ദിസ് ഇസ് ലീഗലി എൻഫോഴ്സ്ഡ്. എൻവിറോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് ലീഗലി എൻഫോഴ്സ് ചെയ്തിട്ടുണ്ട്. ക്ലിയറൻസ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രം നമുക്ക് പ്രൊജക്ട് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ? എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, ദെൻ ഏതൊക്കെ പെർസ്പെക്ടീവ്സിലാണ് നമ്മൾ ഇപ്പോഴും കൺസർവേറ്റീവ് എൻവിറോൺമെന്റിന്റെ കേസിലാണ്? അതായത് നമ്മുടെ ഇപ്പോഴും എന്ത് ചെയ്യാറുണ്ട്?
പല പ്ലേസസിനെ നമ്മൾ സീക്രഡ് ഗ്രൂപ്പ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. നമ്മുടെ ലൈക്ക് കാവുകൾ, ഓക്കെ, ലൈക്ക് അനിമിസത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മൾ ഇപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, ലൈക്ക് നേച്ചർ വർഷിപ്പ് ഇസ് എക്സിസ്റ്റിംഗ്. ഏത് എങ്ങനെ ലൈക്ക് അത് ബട്ട് സോഷ്യൽ കൺസർവേഷന്റെ ഭാഗം അല്ലെങ്കിൽ കൺസർവേറ്റിസത്തിന്റെ ഭാഗമല്ല. അത് ലൈക്ക് മോഡേൺ ലോസ് നമ്മൾ അഡോപ്റ്റ് ചെയ്തതിന്റെ ഭാഗമാണ്. ഈ ഒരു എൻവയോൺമെന്റൽ കൺസേൺസ് വന്നിട്ടില്ലേ, അതിന്റെ ഭാഗമായിട്ട് വരുന്ന സാധനമാണത്. അതായത് ലൈക്ക് ഏതെങ്കിലും അനിമൽസിനൊക്കെ നിങ്ങൾ കൊന്നു കഴിഞ്ഞാൽ ആസ് പെർ ദ ലോ യു ആർ സപ്പോസ് ടു ബി ജയിൽ ഓർ ലൈക്ക് പണിഷ്ഡ്. അതെന്താണ്, ഈ പറയുന്ന എൻവയോൺമെന്റൽ കൺസേൺസിന്റെ ഭാഗമാണ്. അത് ട്രഡീഷണൽ അല്ല, ലൈക്ക് കൺസർവേറ്റിസത്തിന്റെ ഭാഗമല്ല. അപ്പൊ ഇവിടേക്ക് വരുന്ന സമയത്ത് ഈ പറയുന്ന പോലെ സീക്രഡ് ഗ്രൂപ്പ്സ്, അതുപോലെ തന്നെ എന്ത് വരുന്നുണ്ട്, നേച്ചർ വേർഷിപ്പ് വരുന്നുണ്ട്. ഓക്കെ, ലൈക്ക് അനിമിസം, ഇങ്ങനത്തെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈവൻ മഴ കിട്ടുന്നതിന് വേണ്ടിയിട്ട്, ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല, ലൈക്ക് മഴ കിട്ടുന്നതിന് വേണ്ടിയിട്ട് തവളകളെ കല്യാണം കഴിപ്പിച്ചു ഉത്തർപ്രദേശില്, ലൈക്ക് ഇങ്ങനത്തെ ന്യൂസുകൾ ലൈക്ക് സ്റ്റിൽ എക്സിസ്റ്റ്. ഓക്കെ, ആഫ്രിക്ക, ലൈക്ക് അതായത് ചില ഏരിയാസിലൊക്കെ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനത്തെ പ്രാക്ടീസസ് ഇറ്റ് സ്റ്റിൽ എക്സിസ്റ്റ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ അതൊക്കെ എന്താണ്, ഒരു കൺസർവേറ്റീവ് നേച്ചർ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി, അല്ലെങ്കിൽ അതിന്റെ സൊസൈറ്റിയുടെ സ്വഭാവത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ ബാക്കിയായിട്ട് നിൽക്കുന്ന കാര്യമാണ്. ഓക്കെ, സോ ഈ ഒരു കാര്യം കൂടെ എന്ത് ചെയ്യുക, ഇൻക്ലൂഡ് ചെയ്യുക, എൻവയോൺമെന്റൽ എക്കോളജിക്കൽ കോൺഷ്യസ്നസ് എന്ന് പറയുന്നത്. ഞാൻ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ UPSC ഇതിനു മുമ്പ് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതായത് ഹാരപ്പൻ സിവിലൈസേഷൻ ഇങ്ങോട്ടേക്ക് ഓവർ ദ സെഞ്ചുറീസ് അല്ലെങ്കിൽ ഓവർ ദ ട്രഡീഷൻസ് നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടല്ലോ, ഇന്ത്യൻ സൊസൈറ്റിയുടെ കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ള രൂപത്തിൽ UPSC ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഫാക്ടേഴ്സ് ആണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ: സീക്രഡ് ഗ്രൂപ്പ്സ്, നേച്ചർ വർഷിപ്പ്, അനിമിസം. ഇതൊക്കെ ലൈക്ക് ഹാരപ്പൻ സിവിലൈസേഷന്റെ കാലത്തുകൊണ്ട് ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ സോഷ്യൽ പെർസ്പെക്റ്റീവ് അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് വാട്ട് എവർ ദർ ഇസ് ആസ് കൺസർവേറ്റീവ്. കൺസർവേറ്റീവ് എലമെന്റ്സ് ആയിട്ട് നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്യുന്നു അതൊക്കെ നമ്മുടെ സോഷ്യൽ ട്രഡീഷൻസ് ആയിട്ട് വരുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ലൈക്ക് ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ദ ട്രഡീഷൻ. ഓവർ ദ സെഞ്ചുറീസ് ഇറ്റ് ഈസ് ബീങ് ഹാൻഡഡ് ഓവർ. ഒരു ജനറേഷൻ അടുത്ത ജനറേഷൻ, ദെൻ നെക്സ്റ്റ് ജനറേഷൻ. സോ ഇറ്റ്സ് ബീങ് ട്രാൻസ്ഫർഡ് ഫ്രം വൺ ജനറേഷൻ ടു ദി നെക്സ്റ്റ്. ഓക്കെ, സോ ആ കാര്യം എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. ദെൻ അടുത്തത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇതിൽ എന്തൊക്കെയാണ് ചേഞ്ചസ് വന്നിട്ടുള്ളത്? സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത്? ആദ്യം ലൈക്ക് ഡൈനാമിക് ആയിട്ട് പറയാം. ഡൈനാമിക് ആയിട്ട് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത്? ലൈക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യം ഏതൊക്കെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾ ആദ്യം ആലോചിക്കണം. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയുള്ളത് നമ്മൾ ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോർമൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ഇൻഫോർമൽ ഉണ്ട്. സോ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും വന്നിട്ടുള്ള ചേഞ്ചസ്. ഇപ്പൊ ലൈക്ക് ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ഫാമിലിയിൽ വന്നിട്ടുള്ള ചേഞ്ചസ് ലൈക്ക് ജോയിന്റ് ടു ന്യൂക്ലിയർ ഫാമിലീസ് ആയിട്ടുണ്ട്. മോഡേൺ ഫോംസ് ഓഫ് ഫാമിലീസ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു എന്തെന്ന് പറയുന്നത്, ഡ്യുവൽ ഇൻകം നോ ചിൽഡ്രൻ. ഇങ്ങനത്തെ ഫാമിലീസ് എന്ത് ചെയ്യുന്നുണ്ട്, എമർജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇതൊക്കെ എന്താണ്, ഡിഫറെന്റ് കൺസെപ്റ്റ്സ് ആണ്. ദെൻ ലൈക്ക് ഹോമോസെക്ഷൽ ഫാമിലീസ് ആർ ദെയർ, ദെൻ സിംഗിൾ മദർ ഫാമിലീസ്. ഇതൊക്കെ ഫാമിലി സ്ട്രക്ചറിൽ വന്നിട്ടുള്ള ചേഞ്ചസ് ആണ്. ഓക്കെ, ദെൻ അതല്ലാതെ വേറെ എന്തെങ്കിലും സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഇന്റർഫെയ്ത്ത് മാരേജസ്. ബട്ട് ഇന്റർഫെയ്ത്ത് മാരേജസ് അതുപോലെ ഇന്റർകാസ്റ്റ് മാരേജസ് ഇത് UPSC ഓൾറെഡി ചോദിച്ചിട്ടുള്ളതാണ്. 2023 അങ്ങോട്ട് ചോദിച്ച ചോദ്യമാണ്. ഇന്റർകാസ്റ്റ് മാരേജസ് ആർ ഇൻക്രീസിങ് ബട്ട് നോട്ട് ദി ഇന്റർഫെയ്ത്ത് മാരേജസ്. ഓക്കെ, സോ ലൈക്ക് ഇന്റർകാസ്റ്റ് മാരേജസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ഇന്റർഫെയ്ത്ത് മാരേജസ് ആർ നോട്ട് ഇൻക്രീസിങ്. അതിന് കാരണം എന്താണ്? കൺസർവേറ്റീവ് സ്വഭാവമാണ്. അതായത് ചില സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇറ്റ് ഇസ് സ്റ്റിൽ സ്ട്രോങ്. ഫോർ എക്സാമ്പിൾ ലൈക്ക് റിലീജിയൻ എന്താണ്, സ്റ്റിൽ എ സ്ട്രോങ് ഇമോഷൻ. ബട്ട് കാസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഇറോഡിങ്. അതുകൊണ്ടാണ് UPSC ഇതിനു മുമ്പ് പ്രീവിയസ് ഇയർ ചോദിച്ചത് കാസ്റ്റ് ഇസ് ഹാവിംഗ് ബോത്ത് സ്റ്റാറ്റിക് ആൻഡ് ഫ്ലൂയിഡ് നേച്ചർ, ബട്ട് റിലീജിയൻ ഇസ് സ്റ്റാറ്റിക്, സ്റ്റിൽ സ്റ്റാറ്റിക്. സോ ഇതൊരു സ്ട്രോങ് ഇമോഷൻസ് ആയിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ പലപ്പോഴും ചേഞ്ച് സംഭവിക്കാത്തത്. കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾക്ക് ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്റർ കാസ്റ്റ് മാരേജസ് ആർ ഹാപ്പനിങ്. ഓക്കെ, ബിക്കോസ് വി ആർ തിങ്കിങ് ലൈക്ക് സെയിം റിലീജിയൻസ് എന്ന് തന്നെയല്ലേ എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യും. അതുകൊണ്ട് ഇന്റർ കാസ്റ്റ് മാരേജസ് ആർ ഹാപ്പനിങ് ബട്ട് നോട്ട് ദി ഇന്റർ റിലീജിയസ് ഓർ ഇന്റർഫെയ്ത്ത് മാരേജസ്. ഓക്കെ, സോ ഇത് ലൈക്ക് 2024 ചോദിച്ച ചോദ്യമാണെന്നാണ് എന്റെ ഓർമ്മ. 2024 അല്ലെങ്കിൽ 2023 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് UPSC. ഓക്കെ, സോ ഈ പെർസ്പെക്റ്റീവ്. സോ റിലീജിയന്റെ കേസിലേക്ക് വരുമ്പോൾ വി ആർ സ്റ്റിൽ കൺസർവേറ്റീവ്. ഓക്കെ, സോ ലൈക്ക് നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞ സമയത്ത് ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു സ്പിരിച്വൽ ആണ് ഇന്ത്യൻ സൊസൈറ്റി, സ്പിരിച്വൽ ആണ് മെറ്റീരിയലിസ്റ്റിക്കും ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഈ സ്പിരിച്വൽ എന്ന് പറയുന്ന സാധനം കൺസർവേറ്റീവ് ആണ്. അവിടെയാണ് ഈ റിലീജിയൻ വരുന്നത്.
ഓക്കെ, സോ ആ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ വി ആർ ലൈക്ക് ഡൈനാമിക് ആണ്, കൺസർവേറ്റീവ് ആണ്. ഓക്കെ, ദെൻ അടുത്ത സാധനം ഏതാണ്? കൾച്ചറൽ പ്രാക്ടീസസ്. കൾച്ചറൽ പ്രാക്ടീസസിലേക്ക് വരുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഡൈനാമിക് ആയിട്ടുള്ളത്? കൾച്ചറൽ പ്രാക്ടീസസിൽ എന്തൊക്കെയാണ് ഡൈനാമിക് ആയിട്ട് വരുന്നത് നമ്മുടെ കേസിൽ? അതായത് ലൈക്ക് ന്യൂ ഫോംസ് ഓഫ് ഫെസ്റ്റിവൽസ് ആർ കമ്മിങ്. ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്, ലൈക്ക് ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ സെലിബ്രേഷൻസ്. അതുപോലെ ചില സെലിബ്രേഷൻസ് ഇറ്റ് ഹാസ് ബിക്കം പാർട്ട് ഓഫ് ദി എൻറ്റയർ ഇന്ത്യൻ കൾച്ചർ. സോ ഫോർ എക്സാമ്പിൾ ലൈക്ക് ക്രിസ്മസ്, എക്സ്മസ്. അതായത് ലൈക്ക് എക്സ്മസ് ഈവ് അല്ലെങ്കിൽ ന്യൂ ഇയർ ഈവ് എന്നൊക്കെ പറഞ്ഞിട്ട് ക്രിസ്മസ് സെലിബ്രേഷൻസ് ആർ ഹാപ്പനിങ് ഓൾ ഓവർ ദ വേൾഡ്. ഓക്കെ, സോറി, നോട്ട് ഓൾ ഓവർ ദി ഇന്ത്യ. സോ അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ പുതിയ കൾച്ചറൽ പ്രാക്ടീസസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? എമേർജ് ചെയ്യുന്നുണ്ട്. ഈവൻ ലൈക്ക് ഫാഷനിലേക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ന്യൂ ഫാഷൻസ് വി ആർ ലൈക്ക് അഡോപ്റ്റിംഗ്, ലൈക്ക് സാറാസ്, ലൈക്ക് വാട്ട് എവർ ഇറ്റ് മേ ബി, യു മേ ബി നോയിങ് ഇറ്റ് ബെറ്റർ. സോ ഫാഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്ത് വരുന്നുണ്ട്? ലൈക്ക് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ എസൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ചെയ്യുന്നുണ്ട്. ന്യൂ ഫുഡ് കൾച്ചേഴ്സ് ഇസ് ബീങ് എമർജിങ്. ഫാസ്റ്റ് ഫുഡ് കൾച്ചർ ഹാസ് കം. മക്ഡൊണാൾഡൈസേഷൻ ഇസ് ഹാപ്പനിങ്. ഓക്കെ, അതുപോലെ ലൈക്ക് മാൾ കൾച്ചർ ഇസ് കമ്മിങ്. ഓക്കെ, മാൾ കൾച്ചേഴ്സ് ഇസ് കമ്മിങ്. ഓക്കെ, സോ ഇതൊക്കെ എന്താണ്? പുതിയ കൾച്ചറൽ പ്രാക്ടീസസിന്റെ ഭാഗമാണ്. സോ ഈ മാൾ കൾച്ചർ പറഞ്ഞ സമയത്ത് നമ്മളിവിടെ എക്കണോമിയുടെ കാര്യത്തിൽ നമ്മൾ ചേഞ്ചസ് പറയുന്ന സമയത്ത്, ഡൈനാമിക് ആണെന്ന് പറയുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സാധനമാണ്, പണ്ടൊക്കെ നമ്മുടെ മേജർ ഇൻവെസ്റ്റ്മെന്റ് എന്തായിരുന്നു? ലാൻഡ്, ഗോൾഡ് ഒക്കെ ആയിരുന്നു. ബട്ട് നമ്മുടെ ഇപ്പോഴത്തെ ഇൻവെസ്റ്റ്മെന്റ്സ് മാറി. നൗ വി ആർ ഇൻവെസ്റ്റിംഗ് ഇൻ ലൈക്ക് SIPs ആർ ദിയർ. ഓക്കെ, മ്യൂച്വൽ ഫണ്ട്സ് ആർ ദിയർ, ഹെഡ്ജ് ഫണ്ട്സ് ആർ ദിയർ, SWP. യാ, ഓക്കെ, സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ. സോ ലൈക്ക് ഇതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫറെന്റ് ആയിട്ടുള്ള ന്യൂ ഇൻവെസ്റ്റ്മെന്റൽ ഓപ്പർച്യൂണിറ്റീസ് ആർ കമ്മിങ്. ഓക്കെ, സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആർ എമർജിങ്. അപ്പം ഇങ്ങനത്തെ ചേഞ്ചസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? എക്കണോമിയിൽ വരുന്നുണ്ട്. അത് ഡൈനാമിക് ആണ്. ഓക്കെ, സോ പണ്ടുണ്ടായിരുന്നത് നമ്മൾ എന്തായിരുന്നു? ലാൻഡ്, ഗോൾഡ്, ഇതിലൊക്കെ ആയിരുന്നു നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്സ് വന്നിട്ടുണ്ടായിരുന്നത്, ലൈക്ക് പ്രോപ്പർട്ടീസ് ആയിരുന്നു. ഇപ്പൊ അത് കുറെ കൂടെ ലൈക്ക് വിർച്വൽ ആയി. അതെന്താണ്? എക്കണോമിയിൽ വന്നിട്ടുള്ള ചേഞ്ച് ആണ്. അതേപോലെ ഈ കൾച്ചറൽ പ്രാക്ടീസസിൽ വന്നിട്ടുള്ള ചേഞ്ച് ആണ് ലൈക്ക് മാൾ കൾച്ചർ, മക്ഡൊണാൾഡൈസേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു മാൾ കൾച്ചർ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള സാധനങ്ങളാണ്. ഓക്കെ, ദെൻ ലൈക്ക് ഓൺലൈൻ ഷോപ്പിംഗ്. പണ്ടൊക്കെ നമ്മൾ എന്തായിരുന്നു? ലൈക്ക് ഫാമിലി ആയിട്ട് പുറത്തു പോയിട്ടായിരുന്നു. നൗ ഇറ്റ്സ് ലൈക്ക് ഓൺലൈൻ ഷോപ്പിംഗ്. സോ ഇതൊക്കെ എന്താണ്? നമ്മുടെ സൊസൈറ്റിയിലെ കൾച്ചറൽ പ്രാക്ടീസസ് വന്നിട്ടുള്ള ചേഞ്ചസ് ആണ്. സോ ഇങ്ങനത്തെ ലൈക്ക് എക്സാക്ട്ലി ഇതിനൊന്നും നമുക്കൊരു ഡിവിഷൻ അല്ലെങ്കിൽ ഒരു ഇത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റില്ല. റിപ്പീറ്റ് ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ലൈക്ക് ഈ ഓൺലൈൻ ഷോപ്പിംഗ് കൾച്ചർ ഉണ്ട്, അത് നിങ്ങൾ കൾച്ചറൽ പ്രാക്ടീസസിൽ നിങ്ങൾക്ക് എഴുതാം, എക്കണോമിയിലും നിങ്ങൾക്ക് എഴുതാം. ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറയുന്നത് എക്കണോമിയാണ്. അതാ ഞാൻ പറഞ്ഞത്, അവിടെയും ഇവിടെ എഴുതാൻ നിൽക്കരുത്. ഓക്കെ, എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് എഴുതുക. എല്ലായിടത്തും പോയിട്ട് ലൈക്ക് ഇവിടെ ഓൺലൈൻ ഷോപ്പിംഗ് എഴുതാണ്. ഇവിടെ നിങ്ങൾക്ക് ഓൺലൈൻ ഷോപ്പിംഗ് എഴുതാം സോഷ്യൽ ഇന്ററാക്ഷനിൽ. കാരണം എന്താണ്? കടക്കാരനും ഞാനും തമ്മിലുള്ള ഇന്ററാക്ഷൻ മാറി. ആദ്യം ഞാൻ കടയിൽ പോയി വാങ്ങുമായിരുന്നു, ഇപ്പൊ ഞാൻ ഓൺലൈനാണ് മാറുന്നത്. സോഷ്യൽ ഇന്ററാക്ഷൻ മാറി. ഇവിടെ ഞാൻ ഓൺലൈൻ ഷോപ്പിംഗ് എഴുതുകയാണ്. ഓക്കെ, ഇതിനടുത്തത് ഈവൻ എക്കോളജിക്കലിനും വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ഇൻക്ലൂഡ് ചെയ്യാം. ഇപ്പൊ ഞാൻ ഓൺലൈൻ ആയിട്ടാണ് വരുന്നത്. ലൈക്ക് അതൊരു എൻറ്റയർ കേസ്. നിങ്ങൾ എവിടെയെങ്കിലും റിപ്പീറ്റിംഗ് ആയിട്ട് എന്ത് ചെയ്യരുത്? നിങ്ങളുടെ പോയിന്റ്സ് വരരുത്. ഓക്കെ, എല്ലാ സമയത്തും പുതിയ പുതിയ സാധനങ്ങൾ. പിന്നെ ലൈക്ക് ഇത് ഇവിടെ മാത്രമേ എഴുതാൻ പറ്റൂ എന്ന് നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. യു ക്യാൻ ഇൻക്ലൂഡ് ഇറ്റ് എവറിവെയർ. ഇവിടെ ഒന്നും അല്ലാതെ ഇതെല്ലാം നിങ്ങൾക്ക് ടെക്നോളജിയുടെ അണ്ടറിൽ എന്ത് ചെയ്യാം? ഇൻക്ലൂഡ് ചെയ്യാം. കുറച്ചുകൂടെ കഴിഞ്ഞ് നമ്മൾ ഫോഴ്സസ് ദാറ്റ് ഇസ് ചേഞ്ചിങ് ദ സൊസൈറ്റി ഡിസ്കസ് ചെയ്യും. അവിടെ വരുന്ന സമയത്ത് ടെക്നോളജിയിൽ ഈ പറഞ്ഞ എല്ലാ കാര്യവും നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, സോ ഇങ്ങനെ ഒരു സ്ട്രക്ചറിന്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ചിന്തിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, സോ കൺസർവേറ്റീവ് ആൻഡ് ഡൈനാമിക്, അതിന്റെ കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്ത് അത്ര ഇല്ല, ബട്ട് എനിവേ ഇത്തരം കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക? നോക്കി വെക്കുക. സോ ഡൈനാമിക് എന്തൊക്കെയാണ്? അർബനൈസേഷൻ, മോഡേണൈസേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ടെക്നോളജി ആൻഡ് ഡിജിറ്റൽ റെവല്യൂഷൻ, ചേഞ്ചിങ് ജെൻഡർ റോൾസ്, റിവൈവൽ ഓഫ് ദി ഓൾഡ് കൾച്ചർ. ഏത്? ഇല്ല, അതൊരു ലൈക്ക് പുതിയ ഫിനോമിനൻ ആണ്. അതായത് ഇത് രണ്ടും കൂടെ മിക്സ് ആവുന്ന സമയത്താണ് റിവൈവൽ ഓഫ് ദി ഓൾഡ് കൾച്ചർ വരുന്നത്. സേ ഫോർ എക്സാമ്പിൾ ലൈക്ക് യോഗ പ്രാക്ടീസസ്. ഓക്കെ, വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? ഈവൻ ലൈക്ക് ഡിജിറ്റൽ യോഗാസ് ആർ ദെയർ. ഡിജിറ്റലി എന്ത് ചെയ്യുന്നുണ്ട്? യോഗ ട്രെയിനിങ്സ് ആർ കമ്മിങ്. ഓക്കെ, ദെൻ അതല്ലാതെ ലൈക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്? യോഗനെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ലൈക്ക് മോഡേൺ മ്യൂസിക്സ് ഒക്കെ ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് ലൈക്ക് മ്യൂസിക് തെറാപ്പി പോലുള്ള പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ അതൊക്കെ എന്താണ്? ഇറ്റ്സ് ലൈക്ക് ന്യൂ ഫോംസ് ആർ ലൈക്ക് എമർജിങ്. പഴയത് അതേപോലെ നിലനിർത്തുകയല്ല, പഴയതിനെ നമ്മൾ എന്ത് ചെയ്യാൻ? റിവൈവ് ചെയ്തെടുക്കുകയാണ്. അപ്പൊ അതിനെ നമുക്ക് ആസ് എ കൺസർവേറ്റിസം എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല.
ഓക്കെ, പഴയതിന് അതേപോലെ നിലനിർത്തുന്ന കാര്യങ്ങളാണ് നമ്മൾ പലപ്പോഴും കൺസർവേറ്റീവ് ആയിട്ടുള്ള പോയിന്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. കൺഫ്യൂഷൻ പാടില്ല. ഓക്കെ, ദെൻ ലൈക്ക് കൾച്ചറൽ ഹൈബ്രിഡൈസേഷൻ, ലൈക്ക് 2-3 കൾച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് പുതിയൊരു കൾച്ചർ. ഫോർ എക്സാമ്പിൾ ലൈക്ക് മ്യൂസിക്. ഓക്കെ, സോ ലൈക്ക് വെസ്റ്റേണും ഇന്ത്യനും കൂടെ മിക്സ് ചെയ്തിട്ട് പുതിയ മ്യൂസിക്കൽ ഫ്യൂഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഫുഡിന്റെ കേസിലും പുതിയ ലൈക്ക് ഫ്യൂഷൻസ് ആർ കമ്മിങ്. ഓക്കെ, സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ദെൻ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ മൂവ്മെന്റ്സ്, ലൈക്ക് ഒരുപാട് ചേഞ്ചസ് എന്ത് ചെയ്യുന്നുണ്ട് സൊസൈറ്റിയിൽ നടക്കുന്നുണ്ട്. അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത് തേർഡ് ജെൻഡർ, അതിന്റെ ആക്സെപ്റ്റൻസിന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നൽസ ജഡ്ജ്മെന്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, സോ ഇതൊക്കെ എന്താണ് സോഷ്യൽ മൂവ്മെന്റ്സ് അല്ലെങ്കിൽ സോഷ്യൽ ചേഞ്ച് ആണ്. അതെന്താണ് കൺസർവേറ്റീവ് ആണ്, സോറി ലൈക്ക് ഡൈനാമിക് ആണ്. ദെൻ ഗ്ലോബലൈസേഷൻ ആൻഡ് എക്കണോമിക് ഗ്രോത്ത്. ഓക്കെ, സോ ഈ ഒരു ലൈക്ക് ഫാക്ടർ നമ്മൾ വിട്ടുപോയി. ഗ്ലോബലൈസേഷൻ, ഇന്ത്യ ഇസ് ബീങ് മോർ ഇന്റഗ്രേറ്റഡ് വിത്ത് ദ ഗ്ലോബൽ മാർക്കറ്റ്. സോ ഗ്ലോബലൈസേഷൻ ഇസ് ഹാപ്പനിങ്. അത് എന്താണ് ഒരു ഡൈനാമിക് ആയിട്ടുള്ള സ്വഭാവമാണ്. ഇറ്റ്സ് ലൈക്ക് കണ്ടിന്യൂസ്ലി ചേഞ്ചിങ്. പുതിയ ടെക്നോളജീസ്, പുതിയ കമ്മ്യൂണിക്കേഷൻസ്, പുതിയ ലൈക്ക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റംസ്, ഇതൊക്കെ വരുന്നതിനനുസരിച്ച് വി ആർ ലൈക്ക് മോർ ഗെറ്റിംഗ് ഇന്റഗ്രേറ്റഡ് വിത്ത് ദ ഗ്ലോബൽ മാർക്കറ്റ്. സോ ഗ്ലോബലൈസേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ അണ്ടറിൽ വരുന്നുണ്ട്. ദെൻ ലൈക്ക് എക്കണോമിക് ഗ്രോത്ത്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. വി ആർ ലൈക്ക് ഹാവിംഗ് ന്യൂ എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ്, വെഞ്ചേഴ്സ് ആർ ദിയർ, ഓൺലൈൻ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ആർ കമ്മിങ്. ഓക്കെ, സോ അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ദെൻ കൺസർവേറ്റീവ്, ഏതൊക്കെ പെർസ്പെക്ടീവ്സിലാണ് നമുക്ക് കൺസർവേറ്റീവ് എന്ന് പറയാൻ പറ്റുക? ലൈക്ക് ട്രഡീഷണൽ ഫാമിലി സ്ട്രക്ചേഴ്സ് ആർ സ്റ്റിൽ ദിയർ. Okay, respecting the elders, those traditional values are there. Okay, and family bonding, ഇതൊക്കെ നമ്മൾ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ദെൻ മാരേജ് ആൻഡ് സോഷ്യൽ നോംസ്. ഓക്കെ, മാരേജ് ആസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, നമ്മൾ UPSC ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഡസ് ദ സാങ്ക്ടിറ്റി ഓഫ് ദി മാരേജസ് ഇറോഡിങ് ഇൻ ദി ഇന്ത്യൻ സൊസൈറ്റി? സോ അത് ചോദിക്കുന്ന സമയത്ത് ഇറ്റ് ഇസ് നോട്ട് കംപ്ലീറ്റ്ലി ഇറോഡഡ്. സ്റ്റിൽ മാരേജ് ഇസ് കൺസിഡർഡ് ആസ് എ സാക്രമെന്റ്. ഓക്കെ, അതിന്റെ സാങ്ക്ടിറ്റി ഈസ് സ്റ്റിൽ ബീങ് മെയിൻറ്റെയിൻ. സോ മാരേജസ് ആർ there. അതായത് കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സാങ്ക്ടിറ്റി ഇല്ലാതാക്കുന്ന കാര്യങ്ങളാണ് ലിവ് ഇൻ റിലേഷൻഷിപ്പ്. ഇത് ഞാൻ നിങ്ങൾക്ക് ന്യൂസ് പേപ്പറിൽ ആർട്ടിക്കിൾ വെച്ച് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. സുപ്രീം കോടതിയിലേക്ക്, സോറി മദ്രാസ് ഹൈക്കോർട്ടിന്റെ ഒരു ലൈക്ക് സ്റ്റേറ്റ്മെന്റ്. അതായത് ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിന്റെ അണ്ടറിൽ ലിവ് ഇൻ റിലേഷൻഷിപ്പ് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ലിവ് ഇൻ റിലേഷൻഷിപ്പിലുള്ള ആളുകൾ, അതായത് ഹസ്ബൻഡ് വൈഫിനൊക്കെ ലൈക്ക് ഏതെങ്കിലും രൂപത്തിൽ അബ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ എന്താ പറയാ ഫിസിക്കലി അസോൾട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഡൊമസ്റ്റിക് വയലൻസിന്റെ അണ്ടറിൽ വരും എന്നുള്ളത് വരുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം ലിവ് ഇൻ റിലേഷൻഷിപ്പ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിന്റെ അണ്ടറിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ആക്സെപ്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിൽ മാരേജിന്റെ സാങ്ക്ടിറ്റി ലോസ് ആവുന്നുണ്ട് എന്ന് ആര് പറയുന്നുണ്ട്, മദ്രാസ് ഹൈക്കോർട്ടൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, സോ ഇതൊക്കെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റിൽ മാരേജസ് ഇസ് ലൈക്ക്, കാരണം ആ ഒരു കോർട്ട് അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ദേ ആർ ആൾസോ തിങ്കിങ് ലൈക്ക് ഫാമിലി സ്ട്രക്ചർ ഇസ് സംതിങ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അടുത്തത് റിലീജിയൻ ആൻഡ് സ്പിരിച്വാലിറ്റി. ഞാൻ പറഞ്ഞു ലൈക്ക് റിലീജിയൻ ആസ് സച്ച് ഇപ്പോഴും എന്താണ് ഒരു സ്ട്രോങ് ഹോൾഡ് ഉണ്ട്. സോ ഈ പെർസ്പെക്റ്റീവിലാണ് UPSC എന്ത് ചെയ്തിട്ടുള്ളത്, ഇന്റർഫെയ്ത്ത് മാരേജസ് കുറവാണ് എന്നുള്ള ചോദ്യം വരുന്നത്. ഓക്കെ, ബിക്കോസ് ഇറ്റ് ഇസ് എ കൺസർവേറ്റീവ് എലമെന്റ് ആണ്. ഓക്കെ, ഇതിനടുത്തത് കൾച്ചറൽ പ്രിസർവേഷൻസ്. പല കൾച്ചേഴ്സും നമ്മൾ ആസ് സച്ച് ഇപ്പോഴും പ്രിസർവ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ജല്ലിക്കെട്ട്. ജല്ലിക്കെട്ടിന് അഗെയിൻസ്റ്റ് ആയിട്ട് ലൈക്ക് ഒരുപാട് ഓപ്പോസിഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഈവൻ ലൈക്ക് കമ്പാല, അതുപോലെ ലൈക്ക് കോഴിപ്പോര്. ഓക്കെ, സോ ഇതൊക്കെ നമുക്കറിയാം ലൈക്ക് ഇൻഹ്യൂമൻ പ്രാക്ടീസസ് ആണെന്നുള്ളത് അറിയാം. ഈവൻ ലൈക്ക് ആനിമൽ സാക്രിഫൈസസ്. ബട്ട് വി ആർ പ്രാക്ടീസിങ് ഇറ്റ്, വി ആർ ലൈക്ക് പ്രിസർവിങ് ഇറ്റ്, വി ആർ കണ്ടിന്യൂയിങ് ഇറ്റ് ബിക്കോസ് കൾച്ചറൽ പ്രിസർവേഷൻ ഇസ് ദിയർ. ദെൻ ലൈക്ക് പാട്രിയാർക്കിയൽ നോംസ്. ദിസ് പാട്രിയാർക്കി, ഞാൻ പറഞ്ഞ ലൈക്ക് പാട്രിയാർക്കി ഇസ് നോട്ട് ലൈക്ക് ചേഞ്ചിങ് ഓർ ലൈക്ക് ഇറ്റ് ഇസ് ലൈക്ക് നോട്ട് കംപ്ലീറ്റ്ലി വാനിഷിങ്, ഇറ്റ് ഇസ് ചേഞ്ചിങ് ഇറ്റ്സ് ഫോം. ഓക്കെ, സോ ആദ്യം അത് എന്താ പറയുക വിത്തിൻ ഫാമിലി ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ വുമൻസ് കൂടുതലായിട്ട് എംപ്ലോയിഡ് ആയി, അല്ലെങ്കിൽ വുമൻസ് കൂടുതൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പാട്രിയാർക്കി ഇൻ ലൈക്ക് വർക്ക് കൾച്ചർ, അല്ലെങ്കിൽ പാട്രിയാർക്കി ഇൻ ലൈക്ക് ഓഫീസ്, ആ രൂപത്തിലേക്ക് അത് ട്രാൻസ്ഫോം ആയി. അവിടെ വരുന്ന സമയത്താണ് എന്ത് വരുന്നത്, ഗ്ലാസ് സീലിംഗ് ഒക്കെ വരുന്നത്. അവർക്ക് ഹയർ ലെവലിലേക്ക് അവർക്ക് എലിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. വുമൻസിനെ ഹയർ ലെവലിലേക്ക് മാനേജ്മെന്റ് ഡിസിഷൻ മേക്കിംഗിലേക്ക് ഒന്നും എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, സോ പാട്രിയാർക്കി ഈസ് ആക്ച്വലി ലൈക്ക് ട്രാൻസ്ഫോമിങ്, ഇറ്റ് ഇസ് നോട്ട് കംപ്ലീറ്റ്ലി ബീങ് റിമൂവ്ഡ് ഫ്രം ദ സൊസൈറ്റി. ഇതിനടുത്തത് റെസിസ്റ്റൻസ് ടു സോഷ്യൽ റീഫോംസ്. പല സോഷ്യൽ റീഫോംസും ഒപ്പോസിഷൻസ് ഫേസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഈവൻ ലൈക്ക് ട്രിപ്പിൾ തലാഖ്, ശബരിമല ലൈക്ക് വുമൺ എൻട്രി, ഇങ്ങനത്തെ പല കാര്യങ്ങളിലും എന്ത് ചെയ്യാറുണ്ട്, സോഷ്യൽ റെസിസ്റ്റൻസ് ഇസ് സ്റ്റിൽ ദെയർ ഫോർ ദ സോഷ്യൽ റീഫോംസ്. Then like caste based identities, it is still existing even though it is like changing, it's still there. Caste identities are there. ഈ കാസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഇനി വീണ്ടും ഡിസ്കസ് ചെയ്യും. ഓക്കെ, കാസ്റ്റിലെ പുതിയ ഇന്ത്യയിലെ ട്രെൻഡുകൾ എന്തൊക്കെയാണ്, ഓക്കെ, അതുപോലെ ലൈക്ക് റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും ഡിസ്കസ് ചെയ്യും. അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ഒരുപാട് ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പം ലൈക്ക് ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ പോയിന്റ്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. അതല്ലെങ്കിൽ സ്ട്രക്ചർ ആയിട്ട് ഞാൻ നേരത്തെ വരച്ച പോലെ പൊളിറ്റിക്കൽ, സോഷ്യൽ, ഓരോ ഡയമെൻഷനിലും എന്തൊക്കെയാണ്
കൺസർവേറ്റീവ് എന്തൊക്കെയാണ്, ഡൈനാമിക് എന്നുള്ളത് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ ചോദ്യം നമ്മൾ ഒരു വട്ടം കൂടെ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യുമെന്ന് പറയുന്നത്. സോ കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ് സപ്രസ് റീസൺ ലീഡിങ് ടു ഒബ്സ്കുറാന്റിസം, ഡു യു അഗ്രി? ഇത് UPSC ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. സോ കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ്, കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ് എന്ന് പറയുമ്പോൾ അത് എന്താണ്? ഡൈനാമിക് ആണോ കൺസർവേറ്റീവ് ആണോ? കൺസർവേറ്റീവ് എലമെന്റ്സ് ആണ്. ലൈക്ക് കസ്റ്റംസ് എന്ന് പറയുമ്പോൾ ലൈക്ക് നമ്മൾ കുറെ കാലമായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ലൈക്ക് ട്രഡീഷൻസ്, അത് ഞങ്ങളുടെ ട്രഡീഷൻ ആണ് എന്ന് പറയുന്ന സമയത്ത് ഞങ്ങളുടെ എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ്സ് എ ലീനിയേജ്, ഇറ്റ് ഷോസ് ദ ലീനിയേജ്. അപ്പൊ അതെന്താണ്? കൺസർവേറ്റീവ് എലമെന്റ് ആണ്. ദാറ്റ് ഈസ് സപ്രസിങ് റീസൺ ലീഡിങ് ടു വാട്ട്? ഒബ്സ്കുറാന്റിസം. ഓക്കെ, സോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനം മറ്റൊന്നിലേക്ക് ലീഡ് ചെയ്യുന്നു, അത് വേറൊന്നിലേക്ക് ലീഡ് ചെയ്യുന്നു. ആ സാധനം പ്രോപ്പറായിട്ട് നിങ്ങളുടെ ആൻസറിൽ നിങ്ങൾക്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റണം. അപ്പോഴേ എന്താവുള്ളൂ, ഈ ക്വസ്റ്റ്യന്റെ ഡിമാൻഡിനനുസരിച്ചിട്ടുള്ള ആൻസർ ആയിട്ട് അത് മാറുള്ളൂ. ഓക്കെ, അതായത് കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ് ആർ ദെയർ. ഓക്കെ, കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ് ആർ ദെയർ. അപ്പം ഫസ്റ്റ് നിങ്ങളുടെ തോട്ട് പ്രോസസ് പോകേണ്ടത് എന്തൊക്കെ ഡിഫറെന്റ് കസ്റ്റംസ് യു ക്യാൻ തിങ്ക് അബൌട്ട്. ഓക്കെ, വാട്ട് ആർ ദ ഡിഫറെന്റ് കസ്റ്റംസ് ദാറ്റ് യു ക്യാൻ തിങ്ക് അബൌട്ട്? എന്തൊക്കെ കസ്റ്റംസ് അല്ലെങ്കിൽ ട്രഡീഷൻസ് നമ്മുടെ സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്? അതായത് ഇവിടെ രണ്ട് പെർസ്പെക്ടീവ്സ് ചിന്തിക്കണം കേട്ടോ. അതായത് ചില ട്രഡീഷൻ കസ്റ്റംസ് പോസിറ്റീവ് ആണ്. ഞാൻ ഇതിനു മുമ്പ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈസ് കസ്റ്റംസ് ഗുഡ് ഓർ ബാഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിസ്കഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ഗുഡ് ആയിട്ടുള്ളതുണ്ട്, ബാഡ് ആയിട്ടുള്ളതുണ്ട്. സോ ലൈക്ക് പോസിറ്റീവ്സും നെഗറ്റീവ്സും എടുക്കണം. കാരണം ഇതിൽ ചില പോസിറ്റീവ് കസ്റ്റംസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇറ്റ് ഈസ് അലൈൻഡ് വിത്ത് ദ റീസൺ. അതിനൊരു റീസൺ ഉണ്ട്. ഓക്കെ, ദാറ്റ് ഇസ് ആക്ച്വലി ലീഡിങ് ടു നോട്ട് ദി ഒബ്സ്കുറാന്റിസം ബട്ട് ദ സോഷ്യൽ പ്രോഗ്രസ്. ഫോർ എക്സാമ്പിൾ ലൈക്ക് റെസ്പെക്ടിങ് എൽഡേഴ്സ്, റെസ്പെക്ടിങ് elders, അതിനൊരു റീസൺ ഉണ്ട്. ബിക്കോസ് ദേ ഹാവ് ദി എക്സ്പീരിയൻസ്, ദേ ആർ ലൈക്ക് മോർ എക്സ്പീരിയൻസ്, ദേ ഹാവ് ലൈക്ക് മോർ നോളജ്. ഓക്കെ, സോ ഇങ്ങനത്തെ ഒരുപാട് ഫാക്ടേഴ്സിന്റെ ബേസ്ഡ് ആണ് നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യുന്നത്. സോ ഇറ്റ് ഇസ് നോട്ട് സപ്രസിങ് റീസൺ, ദർ ഇസ് എ റീസൺ, ദാറ്റ്സ് വൈ ദിസ് ഈസ് ഹാപ്പനിങ്. ഓക്കെ, ഇത് എന്തിലേക്കാണ് ലീഡ് ചെയ്യുന്നത്? ബെറ്റർ സോഷ്യൽ ഹാർമണി, സോഷ്യൽ സെക്യൂരിറ്റി ടു ദി ഓൾഡ് ഏജ് പീപ്പിൾ. ഓക്കെ, സോ അത് ഒബ്സ്കുറാന്റിസത്തിലേക്ക് ലീഡ് ചെയ്യുന്നില്ല. അത് നിങ്ങൾക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. ബട്ട് അറ്റ് ദ സെയിം ടൈം ദർ ആർ ലൈക്ക് സോഷ്യൽ കസ്റ്റംസ് ആൻഡ് പ്രാക്ടീസസ്. ഫോർ എക്സാമ്പിൾ ലൈക്ക് പാട്രിയാർക്കി. ഓക്കെ, സോ പാട്രിയാർക്കിയുടെ അണ്ടറിൽ നമ്മൾ നേരത്തെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ലൈക്ക് പാട്രിയാർക്കിയിൽ ലൈക്ക് പാട്രി ലോക്കൽ, അങ്ങനത്തെ കുറച്ച് പാട്രി ലീനിയൽ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പാട്രി ലീനിയലും പാട്രി ലോക്കലും. ഓക്കെ, സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്റ്റിൽ എക്സിസ്റ്റിംഗ്. അതിന് പ്രത്യേകിച്ച് ലൈക്ക് ഇറ്റ് സപ്രസ് ദ റീസൺ. ഇവിടുത്തെ ഒരേ ഒരു റീസൺ എന്ന് പറയുന്നത് എന്താണ്? മെയിൽ ഇസ് ദ ഡോമിനന്റ് ജെൻഡർ. മെയിൽ ഇസ് ദി ഡോമിനന്റ് ജെൻഡർ. സോ ഇതെന്നാണ് ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ടാവുന്നത്. ഇത് എന്തിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്? ഹൗ ഇറ്റ് ഇസ് ലീഡിങ് ടു ഒബ്സ്കുറാന്റിസം. ഇറ്റ് ഇമ്പാക്ട്സ് ലൈക്ക് ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് ഇസ് ഡിക്ലൈനിങ്. ഓക്കെ, സോ അതേപോലെ എന്ത് ചെയ്യുന്നുണ്ട്? വുമൺ എഡ്യൂക്കേഷൻ ഇസ് ലൈക്ക് ഡിക്ലൈനിങ്. ദാറ്റ് ഇസ് ആക്ച്വലി ലീഡിങ് ടു gender divide, that is leading to gender violences. Okay, domestic abuse, whatever it may be, it restrict the choices of the woman. Women's choice എന്ത് ചെയ്യുന്നുണ്ട്? റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഈ പറയുന്ന എല്ലാം എന്താണ്? ഒബ്സ്കുറാന്റിസത്തിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. വേറെ എന്തെങ്കിലും കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഫുഡ്, ലങ്കർ, അതൊരു പോസിറ്റീവ് ആണ്. ഓക്കെ, സോ ലൈക്ക് ഇതേപോലെ ഫുഡ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് ദി കമ്മ്യൂണിറ്റി. ഓക്കെ, അതായത് ചാരിറ്റി. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചാരിറ്റി. സോ ചാരിറ്റി എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സോഷ്യൽ കസ്റ്റംസ് ആണ്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ലൈക്ക് ലങ്കർ ഇസ് ദിയർ among the Sikh community, zakat is there like in the Muslim community. Okay, annadana is there in the Hindu community. So all this comes under like charity. അതൊരു പോസിറ്റീവ് ആസ്പെക്ട് ആണ്. വാട്ട് ഇസ് ദ റീസൺ? അതിന്റെ പിന്നിലുള്ള റീസൺ എന്താണ്? belief is also there, but it is actually like social equality established ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഒരു സോഷ്യൽ ലൈക്ക് നോട്ട് ഇക്വാലിറ്റി ബട്ട് സോഷ്യൽ ഇക്വിറ്റി ഇസ് ദിയർ. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ റിസോഴ്സ്, ഡിസ്ട്രിബ്യൂഷൻ, ഒരു ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ റിസോഴ്സസ് ഷുഡ് ഹാപ്പൻ ഇൻ ദ സൊസൈറ്റി. അതായത് റിച്ച് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് നിന്ന് പൂർ ആയിട്ടുള്ള ആളുകളിലേക്ക് എന്ത് ചെയ്യണം? ആ ട്രാൻസ്ഫർ നടക്കണം. ഓക്കെ, ഒരു നേരത്തിന് ആഹാരത്തിന് വകയില്ലാത്ത ആളുകൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫുഡ് കൊടുക്കുന്നുണ്ട്.
So it's like transfer or like distribution of the resources is happening. Okay, അതേപോലെ fulfillment of the basic needs. Fulfillment of the basic needs. ഇതാണ് ഇതിന് പിന്നിലുള്ള റീസൺ എന്ന് പറയുന്നത്. അതെന്തിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്? This is leading to social justice. Social justice in the form of, what are the different forms of the social justice? Poverty eradication is happening. Okay, poverty eradication. Okay, so ഇങ്ങനത്തെ പോസിറ്റീവ് ആസ്പെക്ട്സിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അത് ലീഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ നെഗറ്റീവ് ആയിട്ടുള്ളത് ലൈക്ക് രണ്ട് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. യാ, ട്രിപ്പിൾ തലാഖ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ ലൈക്ക് സോഷ്യോ റിലീജിയസ് കസ്റ്റംസ്, സോഷ്യോ റിലീജിയസ് കസ്റ്റംസ്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? എക്സാമ്പിളും കൂടെ കൊടുക്കണം. ലൈക്ക് ട്രിപ്പിൾ തലാഖ്, ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ, genital still there in different communities it is being practiced. അവിടെ ഉണ്ട്. ഓക്കെ, സോ ഈ പറയുന്ന പോലെ ലൈക്ക് ട്രിപ്പിൾ തലാഖ്, ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ, ഇറ്റ് ഇസ് ആൾസോ സ്റ്റിൽ എക്സിസ്റ്റിംഗ് ദിയർ. ഓക്കെ, അതുപോലെ നിക്കാഹ് ഹലാല, ഏത് പ്രാക്ടീസ് among the tribal communities? Okay, so പല ട്രൈബൽ കമ്മ്യൂണിറ്റീസിലും ഇത് is still being prevalent. ലൈക്ക് നോർത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൈക്ക് ഈസ്റ്റേൺ സൈഡ് ഉണ്ടാവുമല്ലോ, അവിടെയും അതുപോലെ തന്നെ ലൈക്ക് നോർത്ത് ഈസ്റ്റേൺ ഇങ്ങനത്തെ ഭാഗത്തൊക്കെ സ്റ്റിൽ ഇറ്റ് ഇസ് ബീങ് റിപ്പോർട്ടഡ്. ഓക്കെ, യാ, സോ ലൈക്ക് കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ ഇസ് ദേർ. അതൊക്കെ ഇതിന്റെ അണ്ടറിൽ വരുന്നതാണ്, സോഷ്യൽ റിലീജിയസിന്റെ അണ്ടറിൽ വരുന്നതാണ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, സോ ഇതിന്റെ ഒക്കെ ലൈക്ക് ഇത് സപ്രസ് ദ റീസൺ. ഇതിന്റെ ലൈക്ക് ബേസിക് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻസ് ആർ ഈക്വൽ എന്ന് പറയുന്ന കൺസെപ്റ്റിന് എന്ത് ചെയ്യാണ്? ഇവിടെ സപ്രസ് ചെയ്യാണ്. ഓക്കെ, വാട്ട് റീസൺ ഇസ് ബീങ് സപ്രസ്ഡ്? ഹ്യൂമൻസ് ആർ ഈക്വൽ എന്ന് പറയുന്ന ഒരു റീസൺ ഇവിടെ സപ്രസ് ചെയ്യാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ്? വി ആർ ഇൻട്രൊഡ്യൂസിങ് എ ന്യൂ കൺസെപ്റ്റ് ദാറ്റ് ഇസ് അസ്ക്രൈബ്ഡ്. ഓക്കെ, അസ്ക്രൈബ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ ബർത്ത് ചില കാര്യങ്ങൾ നമുക്ക് അവരെന്ത് ചെയ്യാണ്? ലൈക്ക് കൊടുക്കുകയാണ്. ലൈക്ക് നിങ്ങൾ ഫീമെയിൽ ആയിട്ടാണെന്നുണ്ടെങ്കിൽ യു ആർ ലൈക്ക് ലോവർ ടു ദ വുമൻ ലൈക്ക് മെൻ. അതേപോലെ ലൈക്ക് വേറെ ഏതെങ്കിലും കാസ്റ്റ് ആണെങ്കിൽ യു ആർ ലോവർ ടു ദി അപ്പർ കാസ്റ്റ്. ഓക്കെ, ഡൊമിനന്റ് ആൻഡ് ലൈക്ക് ലോവർ കാസ്റ്റ്. സോ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ബൈ ബർത്ത് വി ആർ ഗിവിംഗ് സർട്ടൻ ഐഡന്റിറ്റീസ്. ഇറ്റ് ഇസ് അഗെയിൻസ്റ്റ് ദ ലോജിക്, ഇറ്റ് ഇസ് അഗെയിൻസ്റ്റ് മെറിറ്റോക്രസി. ഓക്കെ, ഇവിടുത്തെ ലോജിക്സ് എന്തൊക്കെയാണ്? ഒന്ന് ഈക്വാലിറ്റി ഈസ് ദിയർ, അതുപോലെ ലൈക്ക് മെറിറ്റോക്രസി, കഴിവുള്ള ആളുകളാണ് വരേണ്ടത്. ബട്ട് അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ലൈക്ക് ബൈ ബർത്ത് ആണ് കൊടുക്കുന്നത്. ഒരാൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലൈക്ക് നന്നായിട്ട് പാട്ട് പാടാൻ, അല്ലെങ്കിൽ ലൈക്ക് എന്താ പറയാ, ലൈക്ക് അയാൾക്ക് നന്നായിട്ട് എഴുതാൻ ഇങ്ങനത്തെ കഴിവുണ്ടെങ്കിൽ ദേ ആർ നോട്ട് സപ്പോസ് ടു ഡു ഇറ്റ്. ദേ ആർ ലൈക്ക് സർട്ടൻ ജോബ്സ് റിസർവ്ഡ് ഫോർ ദം ദാറ്റ് ദേ ഹാവ് ടു ഡു. ഈ രൂപത്തിൽ അവർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെ വരുന്ന സമയത്ത് എന്താണ് ഈ പറയുന്ന മെറിറ്റോക്രസിനെ അത് എന്ത് ചെയ്യുന്നുണ്ട്? ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. ബിക്കോസ് കാസ്റ്റ് ഇസ് ലൈക്ക് അസ്ക്രൈബ്ഡ് ബൈ ബർത്ത്, ലൈക്ക് ബൈ ഡിഫോൾട്ട് കിട്ടുന്നതുകൊണ്ട്. സോ ഇങ്ങനെ ആകുന്ന സമയത്ത് അത് ഹൗ ഇറ്റ് ഇസ് ലീഡിങ് ടു ഒബ്സ്ക്യൂറാന്റിസം? ഇറ്റ് ഇസ് ക്രിയേറ്റിംഗ് കാസ്റ്റ് ഓർ കമ്മ്യൂണൽ വയലൻസസ് ആർ ഹാപ്പനിങ്. ഓക്കെ, സോ കാസ്റ്റ് ബേസ്ഡ് വയലൻസസ്, ഹോണർ കില്ലിങ്, ഓക്കെ, കാസ്റ്റ് വയലൻസ്, ഹോണർ കില്ലിങ്സ് ആർ ഹാപ്പനിങ്. സോ ഇതൊക്കെ എന്താണ്? ഒബ്സ്ക്യൂറാന്റിസം ആണ്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യനിലെ അപ്രോച്ച് എങ്ങനെയായിരിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതായത് ഓരോ സെക്ഷൻസും എടുത്തിട്ട് പ്രോപ്പർ ആയിട്ട് അതിന്റെ റിലേഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് വിത്ത് എക്സാമ്പിൾസ് ആൻഡ് ആൻസേഴ്സ്, വിത്ത് എക്സാമ്പിൾസ് സബ്സ്റ്റാൻഷിയേറ്റിംഗ് ഡാറ്റ യു ഹാവ് ടു പ്രസന്റ് ദി ആൻസർ. അതിന്റെ രണ്ട് ഡയമെൻഷനും കൺസിഡർ ചെയ്യാൻ വേണം. അറ്റ് ദ സെയിം ടൈം ഇത് നിങ്ങൾ ഫസ്റ്റ് പറയണം. അതായത് ക്വസ്റ്റ്യനിൽ എന്താണോ പറഞ്ഞത്, കസ്റ്റംസ് ആർ ലീഡിങ് ലൈക്ക് സപ്രസിംഗ് ദ റീസൺസ് ദാറ്റ് ഈസ് ലീഡിങ് ടു ഒബ്സ്ക്യൂറാന്റിസം. ബട്ട് ഓൾ കസ്റ്റംസ് ആൻഡ് പ്രാക്ടീസസ് ആർ നോട്ട് ലൈക്ക് ദാറ്റ്. എന്നിട്ട് എന്ത് ചെയ്യണം? അതിന്റെ അതർ സൈഡും കൂടെ പറയണം. ലൈക്ക് ദർ ആർ സർട്ടൻ കസ്റ്റംസ്, okay, that is based upon the reason which is leading to social progress instead of obscurantism, or like it is leading to epicureanism. Like epicureanism, obscurantism അങ്ങനത്തെ വേർഡ്സ് നിങ്ങൾ യൂസ് ചെയ്യണമെന്നില്ല. You can use the simple words like social progress. Okay, so clear ആണോ? സോ ഇങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ ആൻസർ പ്രസന്റേഷൻ വരേണ്ടത്. ഓക്കെ, എല്ലാം ബുള്ളറ്റ് പോയിന്റ്സിൽ തന്നെ എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, സോ ഫസ്റ്റ് ഈ ഒരു ഡയഗ്രാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കൊടുക്കാം. ഓക്കെ, സോ ഈ കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻ എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് കസ്റ്റംസ് ആണ്? അതിന് നിങ്ങൾക്കൊരു വേർഡ് യൂസ് ചെയ്യാം, റിഗ്രസീവ് കസ്റ്റംസ്.
regressive customs and traditions, that is suppressing the reason, obscurantism. Then like അവിടെ എന്തുണ്ട്, progressive customs ഉണ്ട്, that is actually leading to like based on reason, that is actually leading to epicureanism or the social progress. ഓക്കെ, സോ ഈ ഒരു ഫസ്റ്റ് ഈ ഒരു നെഗറ്റീവ് ചാർട്ട് വരയ്ക്കുക, എന്നിട്ട് പോയിന്റ്സ് കൊടുക്കുക, എന്നിട്ട് പോസിറ്റീവ് ചാർട്ട് വരയ്ക്കുക, അതിന്റെ താഴത്ത് മറ്റതും കൊടുക്കുക, ആൻസർ വിൽ ബി ലൈക്ക് പെർഫെക്റ്റ്. ഓക്കെ, ആ ഒരു ബൈ പിക്ചർ പ്രസന്റേഷൻ തന്നെ എല്ലാ കാര്യങ്ങളും എക്സാമിനർക്ക് എന്തായിരിക്കും, വിസിബിൾ ആയിരിക്കും. ക്വസ്റ്റ്യന്റെ ഡിമാൻഡ് നിങ്ങളെ അഡ്രസ്സ് ചെയ്തു, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നുള്ളത് എന്ത് ചെയ്യും, എക്സാമിനർക്ക് മനസ്സിലാവും. ഓക്കെ, ക്ലിയർ ആണോ? ഈ ഇത് ആദ്യം തന്നെ വരയ്ക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാല് ലൈക്ക് ഡെഫിനറ്റ്ലി അത് കൊടുക്കണം. അതായത് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ബോഡി പാർട്ട് മാത്രമാണ്. ഇതിന് ഡെഫിനറ്റ്ലി നിങ്ങൾ ഒരു എന്ത് ചെയ്യണം, കൊടുക്കണം. അതായത് ഇപ്പൊ സിമ്പിൾ ആയിട്ട് ഇപ്പൊ എന്റെ അടുത്ത് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാല്, കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ് ആർ ദി ലൈക്ക് സോഷ്യൽ നോംസ് വിച്ച് ഇസ് ഡെവലപ്ഡ് ബിക്കോസ് ഓഫ് ദ ഡിഫറെന്റ് സോഷ്യൽ ബിലീഫ്സ്, ഫെയ്ത്സ് എക്സെട്ര, ദാറ്റ് ഓഫൺ ലിമിറ്റ്സ് ഓർ ലൈക്ക് ഡിസൈഡ്സ് ഹൗ ദ സൊസൈറ്റി ഇസ് പ്രോഗ്രസിങ്. ഓക്കെ, ഞാൻ പറഞ്ഞത് ഹൗ ഡിസൈഡ്സ് എന്നാണ്. ചിലപ്പോൾ പ്രോഗ്രസിനെ സപ്പോർട്ട് ചെയ്യും, ചിലപ്പോൾ എന്ത് ചെയ്യും, നെഗറ്റീവ് ആയിട്ട് കൊടുക്കും. അപ്പൊ എന്റെ ഫെർദർ ആൻസറിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻട്രോ ഞാൻ അവിടെ കൊടുക്കും, എന്നിട്ട് അതിന്റെ ഒരു ഫൈനൽ കൺക്ലൂഷനും കൂടെ ഞാൻ എന്ത് ചെയ്യും, കൊടുക്കും. സോ ഇങ്ങനെയായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ സാധനം പ്രസന്റ് ചെയ്യുന്നത്. ലൈക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? എന്നിട്ട് അതേപോലെ ഒരു കൺക്ലൂഷൻസും കൂടെ കൊടുക്കണം. ഓക്കെ, സോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഈ പറയുന്ന പ്രോഗ്രസീവ് കസ്റ്റംസ് വി ഹാവ് ടു കൺസേർവ് ദം, കൾച്ചറൽ കൺസർവേഷൻ ഷുഡ് ഹാപ്പൻ. Okay, but at the same time, we have to re-look into the regressive social customs and practices that should be changed with the logic. Okay, with the logic നമ്മൾ എന്ത് ചെയ്യണം, ഈ സാധനങ്ങളെ ചിലപ്പം ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഫോർ ദി ബെറ്റർമെന്റ് ഓഫ് ദ സൊസൈറ്റി. അപ്പൊ അതെന്തായിട്ട് മാറി, കൺക്ലൂഷൻ ആയിട്ട് മാറി. ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടില്ല എന്ത് രണ്ട് ടൈപ്പ് ഓഫ് കസ്റ്റംസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ബട്ട് എന്റെ ബോഡി പാർട്ടിൽ ഞാൻ രണ്ട് റിഗ്രസീവ് ആൻഡ് പ്രോഗ്രസീവ് കസ്റ്റംസിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ എന്റെ കൺക്ലൂഷന്റെ പിന്നെ എന്ത് പറയണം, അതെനിക്ക് പറയണം. റിഗ്രസീവ് കസ്റ്റംസ് നമ്മൾ എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്യണം. പ്രോഗ്രസീവ് കസ്റ്റംസിനെ നമ്മൾ എന്ത് ചെയ്യണം, കൺസേർവ് ചെയ്യണം. ദാറ്റ് ഇസ് ലീഡിങ് ടു സോഷ്യൽ ഹാർമണി, സോഷ്യൽ കോഹഷൻ, സോഷ്യൽ പ്രോഗ്രസ്, സോഷ്യൽ ഇക്വാലിറ്റി, വാട്ട് എവർ ഇറ്റ് മേ ബി, യു ക്യാൻ ഇൻക്ലൂഡ് ദ കീവേഡ്സ്. ഓക്കെ, യാ. സോ ഈ രൂപത്തിൽ ലൈക്ക് അത്രയും പോയിന്റ്സ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ബട്ട് സം പോയിന്റ്സ് ആർ ദിയർ. സോ ഇതിന്റെ ഇത് ഷെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ആ കാര്യങ്ങളൊന്ന് നോക്കുക, എന്തൊക്കെയാണ് വന്നിട്ടുള്ളത്. പോസിറ്റീവ് ആസ്പെക്ട്സ് ലൈക്ക് സോഷ്യൽ കോഹഷൻസ്, ലൈക്ക് മോറൽ വാല്യൂസ് ആർ ദിയർ, ദെൻ അഡാപ്ഷൻസ് ഓഫ് ദ ട്രഡീഷൻ ടു മോഡേണിറ്റി, ഇങ്ങനത്തെ പല കാര്യങ്ങൾ വരുന്നുണ്ട്. ജസ്റ്റ് അതൊന്ന് എന്ത് ചെയ്യുക, റീഡ് ചെയ്ത് നോക്കുക. ദെൻ കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ് ആസ് എ സോഴ്സ് ഓഫ് നോളജ് ഇസ് ദിയർ. ഓക്കെ, സോ അങ്ങനെ വരുന്ന സമയത്തും ചില കസ്റ്റംസിനെ വി ഹാവ് ടു പ്രിസർവ്. അതൊരു സോഴ്സ് ഓഫ് നോളജ് ആണ്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈക്ക് കർക്കിടക കഞ്ഞി, ഈവൻ ലൈക്ക് സം ആയുർവേദിക് പ്രാക്ടീസസ് ആർ ദിയർ. ഇതൊക്കെ നമ്മൾ ഇപ്പോഴും എന്ത് ചെയ്യണം, പ്രിസർവ് ചെയ്ത് വെക്കേണ്ട നോളജുകളാണ്. സോ ദാറ്റ് വി ഹാവ് ടു പ്രിസർവ്. അപ്പൊ അത് നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, ഇറ്റ് ഇസ് ബിക്കോസ് ത്രൂ ദി സോഷ്യൽ എക്സ്പെരിമെന്റേഷൻ ആണ് ഈ സാധനം വരുന്നത്. ഇപ്പൊ ലൈക്ക് ആയുർവേദിക് നോളജ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഇസ് ഹാൻഡഡ് ഓവർ ഫ്രം ജനറേഷൻ ടു ജനറേഷൻ ബിക്കോസ് ഓഫ് ദി സോഷ്യൽ എക്സ്പീരിയൻസ് ഓർ ലൈക്ക് എക്സ്പെരിമെന്റ്. ഓരോ മരുന്ന് എടുത്തിട്ട് നമ്മൾ ഓവർ ദ ടൈം ഓരോ ആളുകളുടെ മുകളിൽ എന്ത് ചെയ്യും, അവർക്ക് എന്തെങ്കിലും രോഗം കാര്യമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, അവരുടെ മുകളിൽ കൊടുക്കും. അപ്പൊ ചിലർക്ക് അത് മാറും, ചിലർക്ക് അത് മാറില്ല. അങ്ങനെ ഓവർ ദ ടൈം, ഓവർ ദ സെഞ്ചുറീസ് നമ്മുടെ പ്രാക്ടീസിന്റെ ഫലമായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തതാണ് ആയുർവേദ കൾച്ചർ എന്ന് പറയുന്നത്. സോ ഈവൻ ദ ഗ്ലോബ് ഇസ് നൗ ലുക്കിംഗ് ഇൻ ടു ഇറ്റ്, എൻറ്റയർ വേൾഡ് ഇസ് ലുക്കിംഗ് ടു ആയുർവേദ. ആയുർവേദിക് ട്രീറ്റ്മെന്റ്സിന് വേണ്ടിയിട്ട് പല രാജ്യത്തു നിന്നും ഇങ്ങോട്ടേക്ക് ആൾക്കാർ വരുന്നുണ്ട്. ഇത് നമ്മുടെ ഒരു ഹെൽത്ത് ടൂറിസം ആയിട്ട് കേരളത്തിൽ പോലും ആയുർവേദിക് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രോ ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഇസ് ലീഡിംഗ് ടു ലൈക്ക് എക്കണോമിക് പ്രോഗ്രസ്. ഇറ്റ് ഇസ് ലൈക്ക് ജനറേറ്റിംഗ് ഇൻകം ഫോർ ദി കൺട്രി, ഇൻകം ഫോർ ദി സൊസൈറ്റി. സോ വി ഹാവ് ടു പ്രിസർവ് ഇറ്റ്. ഓക്കെ, സോ അതിന്റെ റീസൺ ഉണ്ടോ, ഉണ്ട്, ത്രൂ ദി സോഷ്യൽ എക്സ്പെരിമെന്റ്. ഓക്കെ, ഇപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, സയന്റിഫിക് എക്സ്പ്ലനേഷൻ ഉണ്ട്. കാരണം എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പം ആയുർവേദിക് ഡോക്ടേഴ്സ് ആർ കമ്മിങ്. ഓക്കെ, ലൈക്ക് സയന്റിഫിക്കലി വി ആർ പ്രൊവൈഡിങ് സപ്പോർട്ട് ടു ഇറ്റ്. റിസർച്ചസ് ആർ ഹാപ്പനിങ് ബേസ്ഡ് ഓൺ ദിസ്. അപ്പൊ പല മരുന്നുകൾക്കും അതുപോലെ തന്നെ പല ചെടികൾക്കൊക്കെ എന്തുണ്ട്, മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് സയന്റിഫിക്കലി പ്രൂവൺ ആണ്. സോ അതാണ് അതിന്റെ സോഷ്യൽ അല്ലെങ്കിൽ റാഷണൽ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്. സോ അത് ഒബ്സ്ക്യൂറാന്റിസം അല്ല, എപ്പിക്യൂറേനിസം ആണ്, അല്ലെങ്കിൽ എന്താ പറയുക, സോഷ്യൽ പ്രോഗ്രസ് ആണ്. കാരണം എന്താണ്, വിത്തൗട്ട് സൈഡ് എഫക്ട് അല്ലെങ്കിൽ ഒരു ഹെൽത്തി മെഡിസിനൽ പ്രാക്ടീസസ് അല്ലെങ്കിൽ ഒരു ഹെൽത്തി ലൈഫിന് അത് എന്ത് ചെയ്യും, സപ്പോർട്ട് ചെയ്യും. സോ ദാറ്റ്സ് ലീഡിങ് ടു സോഷ്യൽ പ്രോഗ്രസ്. സോ എന്ത് സാധനമായാലും ആ മൂന്ന് പെർസ്പെക്ടീവ്സിന്റെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റണം. ഓക്കെ, ദെൻ നേരെ തിരിച്ചും കസ്റ്റമറി പ്രാക്ടീസസ്, ദെൻ റീസൺസ് ആസ് എ ടൂൾ ഫോർ
റീഇന്റർപ്രറ്റിംഗ് ദ കസ്റ്റംസ്. ഞാൻ പറഞ്ഞില്ലേ കൺക്ലൂഷൻ ഇതിന്റെ പെർസ്പെക്റ്റീവിലാണ് വരേണ്ടത്. ബേസ്ഡ് അപ്പോൺ ദ റീസൺ ഞാൻ എന്ത് ചെയ്യണം? റീഇന്റർപ്രറ്റ് ദ കസ്റ്റംസ്. റിഗ്രസീവ് ആയിട്ടുള്ള കസ്റ്റംസിനെ ഐ ഹാവ് ടു റീഇന്റർപ്രറ്റ് അക്കോർഡിംഗ് ടു ദ ലോജിക്. അതെന്റെ കൺക്ലൂഷൻ ആയിട്ട് എന്ത് ചെയ്യും? മാറും. ഓക്കെ. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞു കൺസർവേറ്റിസം, ഡൈനാമിക്, അതിന്റെ ഒരു ഡിഫറെന്റ് ടേംസ് തന്നെ നിങ്ങൾക്ക് പറയാം, ട്രഡീഷൻ വേഴ്സസ് മോഡേൺ എന്ന് പറയുന്നത്. ബട്ട് ഇവിടേക്ക് വരുന്ന സമയത്ത് ഈ ട്രഡീഷൻ വേഴ്സസ് മോഡേൺ പറയുന്ന സമയത്ത് ഇതിന്റെ ഒരു ബാലൻസിങ് എന്ന് പറയുന്ന ഒരു സാധനം പലപ്പോഴും UPSC ചോദിക്കാറുണ്ട്. ഓക്കെ, ട്രഡീഷൻ വേഴ്സസ് ബാലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് നമുക്ക് മോഡേൺ ആവണം, വി ഹാവ് ടു ബിക്കം മോഡേൺ. പക്ഷേ എന്ത് പാടില്ല? വി ഷുഡൻ ലൂസ് അവർ ട്രഡീഷണൽ വാല്യൂസ്. ഹൗ വി വിൽ ഡു ഇറ്റ്? ഈ ഒരു പെർസ്പെക്റ്റീവിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ജസ്റ്റ് ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്, അതുകൊണ്ട് ഫർദർ ഇതിലേക്ക് പോകുന്നില്ല. സോ ട്രഡീഷണൽ ആയിട്ട് ജോയിന്റ് ഫാമിലി സിസ്റ്റം ട്രഡീഷണൽ ആണ്, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. കാസ്റ്റ് സിസ്റ്റംസ്, റിലീജിയസ് പ്രാക്ടീസസ്, അറേഞ്ച്ഡ് മാരേജസ്, അഗ്രികൾച്ചറൽ എക്കണോമി, ജെൻഡർ റോൾസ്, ഈ കാര്യത്തിലെല്ലാം നമ്മൾ ഇപ്പോഴും ട്രഡീഷണൽ ആയിട്ടുള്ള പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ലൈക്ക് ജെൻഡർ റോൾസ് എന്ന് പറയുന്ന സമയത്ത് സ്റ്റിൽ മേജർ സൊസൈറ്റി, നമ്മളിപ്പോൾ ലൈക്ക് ആ കേരള പാഠാവലി ഉണ്ടല്ലോ, കേരള ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള ബുക്കിലുള്ള, അതായത് ആ ഒരു ആണും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? അടുക്കളയിൽ ജോലി ചെയ്യുന്നുണ്ട്. അതൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള സാധനമാണ്. അതല്ലാതെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റിൽ ജെൻഡർ റോൾസിൽ കിച്ചൺ എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ഫോർ വുമൺ ആണ്. ഓക്കെ, സോ അങ്ങനെ നോക്കുന്ന സമയത്ത് സ്റ്റിൽ ജെൻഡർ റോൾസ് ആർ എക്സിസ്റ്റിംഗ്, ബട്ട് ഇറ്റ് ഇസ് അണ്ടർഗോയിങ് ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, സോ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ട്, അതൊരു പോസിറ്റീവ് സൈൻ ആണ്. ഓക്കെ, ഇനി മോഡേണിലേക്ക് വരുന്ന സമയത്തോ ന്യൂക്ലിയർ ഫാമിലീസും അതുപോലെ തന്നെ ന്യൂ ഫാമിലി സ്ട്രക്ചേഴ്സ് വരുന്നുണ്ട്. എഡ്യൂക്കേഷൻ ആൻഡ് ദി എംപവർമെന്റ് ഓഫ് ദ വുമൺ ഇസ് ഹാപ്പനിങ്. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് വരുന്നുണ്ട്. ചേഞ്ചിങ് മാരേജ് ട്രെൻഡ് വരുന്നുണ്ട്. അർബനൈസേഷൻ, ഗ്ലോബൽ ഇൻഫ്ലുവൻസ്, എൻവയോൺമെന്റൽ അവയർനെസ്, ഇതൊക്കെ എന്താണ്? നമ്മുടെ മോഡേൺ ആണ്. സോ ഇതിന്റെ തൊട്ട് മുമ്പ് ഞാൻ കൺസർവേറ്റീവ് ആൻഡ് ഡൈനാമിക് പറഞ്ഞ സമയത്തും അതിൽ എൻവയോൺമെന്റൽ ആസ്പെക്ട് സെപ്പറേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇത് എൻവയോൺമെന്റൽ അവയർനെസ് അതുപോലെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ എന്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്? നമ്മുടെ മോഡേൺ, ലൈക്ക് ഒരു നമ്മുടെ സൊസൈറ്റി മോഡേൺ ആവുന്നതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഓക്കെ, സോ ഈ രൂപത്തിൽ നിങ്ങൾക്ക് ഒന്ന് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. ഓക്കെ, ഓൾറെഡി ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഒരുപാട് ഡീപ്പിലേക്ക് പോകാത്തത്. ഇനി ട്രഡീഷണൽ ടു മോഡേൺ നമ്മൾ പോകുന്ന സമയത്ത് വാട്ട് ആർ ദ ചാലഞ്ചസ് വി ആർ ഫേസിങ്? അതായത് മോഡേൺ ആവുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ട്രഡീഷൻ ഐദർ വി ആർ ലൂസിങ് ഇറ്റ് ഓർ ലൈക്ക് വി ആർ നോട്ട് ഏബിൾ ടു മെയിൻറ്റെയിൻ, പ്രിസർവ് ദാറ്റ് ട്രഡീഷൻ. സോ ആ ഒരു പെർസ്പെക്റ്റീവിൽ എന്തൊക്കെയാണ് നമ്മുടെ ചാലഞ്ചസ് എന്ന് പറയുന്നത്? അതായത് അവർ സൊസൈറ്റി ഈസ് അണ്ടർഗോയിങ് എ ട്രാൻസ്ഫോർമേഷൻ. അതാണ് മോഡേൺ ആവുക എന്ന് പറയുന്നത്. നമ്മുടെ സൊസൈറ്റി മോഡേൺ ആവുന്നുണ്ട്. അപ്പൊ നമ്മുടെ സൊസൈറ്റി ട്രഡീഷണൽ ആയിട്ട് നിന്നിരുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടായിരുന്നു? ലൈക്ക് പല കൾച്ചർ അതുപോലെ പല കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന സമയത്ത് ഇത് വിട്ടിട്ട് നമ്മൾ പുതിയ സാധനങ്ങൾ അഡോപ്റ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ലൈക്ക് നമുക്ക് ഇവിടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സ് ഉണ്ടായിരുന്നു, ഇത് നമ്മൾ വിട്ടു, എന്നിട്ട് നമ്മൾ ഫാസ്റ്റ് ഫുഡിലേക്ക് മാറി. ഓക്കെ, സോ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ ലൈക്ക് ഫുഡ് ഹാബിറ്റിൽ ഈ ചേഞ്ച് വന്ന സമയത്ത് നമ്മുടെ ഇവിടെ ലൈക്ക് ജനറ്റിക്കലി നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന ഇൻഡിജിനസ് ആയിട്ടുള്ള പല ക്രോപ്പ് വെറൈറ്റീസ് ഉണ്ടായിരുന്നു, അത് മുഴുവൻ നമുക്ക് ലോസ് ആയി. നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ക്രോപ്സ് നമുക്ക് ലോസ് ആയി. നമ്മൾ പുതിയ ക്രോപ്സ് നമ്മൾ എന്ത് ചെയ്തു? ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, ഫുഡ് ഹാബിറ്റ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. സോ ഇത് GS3 UPSC ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് ലൈക്ക് തിരിച്ച് റിവേഴ്സ് ആയിട്ടാണ് UPSC ചോദിച്ചത്. അതായത് മാർക്കറ്റ് സിസ്റ്റംസ്, ഓക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക, മാർക്കറ്റ് ഡിമാൻഡ് എങ്ങനെയാണ് അഗ്രികൾച്ചറൽ ക്രോപ്പിങ്ങിനെ ഇന്ത്യയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഓക്കെ, സോ നമ്മൾ ട്രഡീഷണലി റൈസ് വെറൈറ്റീസ് ആയിരുന്നു, അല്ലെങ്കിൽ ലൈക്ക് എന്താ പറയാ സെറൽസ് ആയിരുന്നു കൂടുതൽ കൺസ്യൂം ചെയ്തിരുന്നത്. നൗ വി ആർ മൂവിങ് ഇൻ ടു ലൈക്ക് പൾസസ്, മില്ലറ്റ്സ്, ഈവൻ ലൈക്ക് കീറ്റോ ഡയറ്റ്സ് ആർ കമ്മിങ്. ഓക്കെ, സോ വീഗനിസം ഇസ് കമ്മിങ്. സോ ബേസ്ഡ് അപ്പോൺ ദാറ്റ് ദ മാർക്കറ്റ് ഡിമാൻഡ്സ് ഇസ് ചേഞ്ചിങ്. ബിക്കോസ് ഓഫ് ദാറ്റ് ക്രോപ്പ് കൾച്ചർ ഇസ് ബീങ് ചേഞ്ചിങ്. ഓക്കെ, സോ എല്ലാ പെർസ്പെക്ടീവ്സിനും UPSC തിരിച്ചു മറിച്ചൊക്കെ ഇവിടെ ചോദ്യങ്ങൾ ഓൾറെഡി വന്നിട്ടുണ്ട്. ഇനി GS പേപ്പർ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ പോലും ബാക്കി ഏരിയാസിൽ വന്നിട്ടുണ്ട്. അപ്പം ഇതാണ് ചോദ്യം, ട്രഡീഷൻ ടു മോഡേൺ നമ്മൾ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഹൗ ഇറ്റ് ഇസ് ലൈക്ക് ഹൗ വി ആർ ലൂസിങ് ദി ഓർ വാട്ട് ആർ ദ ചാലഞ്ചസ് വി ആർ ഫേസിങ് ഫ്രം ട്രഡീഷൻ ടു മോഡേൺ? ഈ ഒരു ട്രാൻസ്ഫോർമേഷനിൽ എന്തൊക്കെ ചാലഞ്ചസ് ആണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്? ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് കുറച്ചുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളുടെ ക്ലാസ് താഴത്ത് അവിടെ തന്നെ ആയിരുന്നു എന്ന് വിചാരിക്കാം, താഴെയായിരുന്നു, അവിടെ നിന്ന് നിങ്ങളുടെ ക്ലാസ് ഈ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ചേഞ്ച് ചെയ്തു. അങ്ങനെയാകുന്ന സമയത്ത് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചില ചാലഞ്ചസ് ഉണ്ട്. ഒന്ന്, നിങ്ങൾ കയറി വരണം. ഓക്കെ, സോ ദ സെയിം വേ ഒരു ട്രാൻസിഷൻ നടക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ദർ വിൽ ബി സർട്ടൻ ചാലഞ്ചസ്. അതെന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ട്രഡീഷണൽ നോളജ് ഇസ് ദിയർ.
we are losing certain traditional knowledge. Okay, so നമ്മുടെ പല ട്രഡീഷണൽ നോളജസും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ലോസ് ആവുന്നുണ്ട്. ഓക്കെ, ട്രഡീഷണൽ നോളജസ് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ലോസ് ആവുന്നുണ്ട്. ഓക്കെ, ഇതിനടുത്തത് അടുത്തൊരു പോയിന്റ് ആണ്, ഇന്റർ ജനറേഷണൽ കോൺഫ്ലിക്ട്സ് ആർ ഹാപ്പനിങ്. ഓക്കെ, ലൈക്ക് മോഡേൺ ആവുന്നുണ്ട്. അപ്പൊ പഴയ ആളുകൾക്ക് ഇപ്പൊ ലൈക്ക് വാട്സപ്പ് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് ലൈക്ക് UPI പേയ്മെന്റ്സ് കാര്യങ്ങൾ, അത് ലൈക്ക് ബാങ്കിങ് സിസ്റ്റം, ഇതൊക്കെ അവർക്ക് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഈവൻ ലൈക്ക് പല ടീച്ചേഴ്സും AI ബേസ്ഡ് ആയിട്ടുള്ള ലൈക്ക് ടീച്ചിങ് പ്രാക്ടീസസ് കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് അത് സ്കൂളുകളിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് അത് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. ഓക്കെ, സോ ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദി ജനറേഷണൽ കോൺഫ്ലിക്ട്സ്. അത് കാരണം എന്ത് ചെയ്യുന്നുണ്ട്, രണ്ട് ജനറേഷൻസ് തമ്മിൽ കോൺഫ്ലിക്ട്സ് വരുന്നുണ്ട്. ഓക്കെ, ദെൻ കംസ് ലൈക്ക് ഇറോഷൻ ഓഫ് ദി കൾച്ചർ. നമ്മുടെ ലൈക്ക് ചില കൾച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, ഇറോഡ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, സോ ഏർലിയർ we used to like respect, we used to like interact more with humans. Now it's become like technology. അതാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞ എന്ത്, ഹ്യൂമൻ ടച്ച് ടു സ്ക്രീൻ ടച്ച്. ഓക്കെ, ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇസ് ഹാപ്പനിങ്. അത് കാരണം എന്ത് ചെയ്യുന്നുണ്ട്, ലൈക്ക് പുതിയ രീതിയിലുള്ള പല ക്രൈംസും നമ്മുടെ സൊസൈറ്റിയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈവൻ ഇൻ റീസെന്റ് ടൈംസ് ലൈക്ക് എന്താ പറയാ, ഒരു കുടുംബത്തിൽ 5 പേരെ കൊന്നു എന്നൊക്കെ രൂപത്തിലുള്ള ന്യൂസ് റിപ്പോർട്ട്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ലൈക്ക് ഇറ്റ് ഈസ് ക്രിയേറ്റിംഗ് സം കൈൻഡ്സ് ഓഫ് ലൈക്ക് മെന്റൽ. എന്താ അങ്ങോട്ടേക്ക് നോക്കിയത്? അല്ല, ചില കോണ്ടെക്സ്റ്റിൽ നമ്മൾ ചില കാര്യം ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ ചിലപ്പോൾ അതുപോലത്തെ കൊലപാതകത്തിൽ നിന്ന് വല്ലതും രക്ഷപ്പെട്ട് വന്നതാണോ, അല്ലെങ്കിൽ ലൈക്ക് ചെയ്യാൻ സാധ്യതയുള്ള ആളാണ്. സോ വാട്ട് എവർ ഇറ്റ് മേ ബി, ഈ പറയുന്ന പോലെ കൾച്ചറൽ ഇറോഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ലൈക്ക് ഇവിടെ വരുന്ന ഒരു കാര്യം കൂടിയാണ്, നമ്മുടെ കൾച്ചറൽ വാല്യൂസും കൂടെ വരുന്നുണ്ട്. ഓക്കെ, നമ്മുടെ സോഷ്യൽ വാല്യൂസും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇറോഡ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, ഇപ്പം ലൈക്ക് പലപ്പോഴും മുതിർന്ന ആളുകൾ പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്, എന്ത് ലൈക്ക് അവര് ഇമ്പോർട്ടന്റ് ആയിട്ട് കരുതിയിരുന്ന പല വാല്യൂസും ഇന്നത്തെ ജനറേഷനിൽ ഇല്ല എന്ന് പറയുന്നത്, കൾച്ചർ, സിമ്പതി, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നത് പല വാല്യൂസിന്റെ കേസിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, ദെൻ ലൈക്ക് സോഷ്യൽ ഇനീക്വാളിറ്റി ഈസ് ലൈക്ക് ഇൻക്രീസിങ്. ഏർലിയർ ആയിട്ട് നമുക്ക് എന്താ പറയുക, പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു ലൈക്ക് ലാൻഡ് റീഫോംസ് ഒക്കെ കൊണ്ടുവരുന്നതിന് മുമ്പ് എന്തായിരുന്നു, ദർ വർ ലൈക്ക് ടെനൻസ് വർ ദെയർ, അതുപോലെ ലൈക്ക് ഫ്യൂഡൽ ലോഡ്സ് വർ ദെയർ. ഈ ഒരു ഇക്വാലിറ്റി ഉണ്ടായിരുന്നു ബേസ്ഡ് അപ്പോൺ ദി ലാൻഡ്. ഓക്കെ, അപ്പം ഇത് മാറിയിട്ട് ഒരു സോഷ്യൽ ഇക്വാലിറ്റി അല്ല ക്രിയേറ്റ് ചെയ്തത്, ലൈക്ക് ലാൻഡ് റീഫോംസ് ഒക്കെ വന്നു. ബട്ട് ഇപ്പൊ നമ്മൾ എന്താ പറയുക, ഓക്സ്ഫോം റിപ്പോർട്ടൊക്കെ നോക്കുന്ന സമയത്ത് ഇനീക്വാലിറ്റി റിപ്പോർട്ട്സ് ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, സോ നമ്മൾ ആ റിപ്പോർട്ട്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലോബൽ ഇനീക്വാലിറ്റി അതുപോലെ തന്നെ ഇന്ത്യയിലെ ഇനീക്വാലിറ്റി ഈസ് ലൈക്ക് ഇൻക്രീസിങ്. വൺ റീസൺ ഇസ് ദാറ്റ് മോഡേണൈസേഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ റിച്ച് ആയിട്ടുള്ള ആളുകൾ ദേ ആർ മേക്കിംഗ് മണി ഫ്രം ദി ന്യൂവർ ടെക്നോളജീസ്, ആൻഡ് ദ പുവർ സെക്ഷൻസ് ആർ നോട്ട് ഈവൻ ഗെറ്റിംഗ് ആക്സസ് ടു ദിസ് ന്യൂ ടെക്നോളജി. അപ്പം ഈ പുവർ ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പുവർ ആയിട്ടുള്ള ആളുകൾ താഴത്തേക്കും പോവാണ്, റിച്ച് ആയിട്ടുള്ള ആളുകൾ ദേ ആർ ബിക്കമിങ് മോർ ആൻഡ് മോർ റിച്ച്. ദിസ് ഈസ് ദി സോഷ്യൽ സിറ്റുവേഷൻ റൈറ്റ് നൗ. സോ ദിസ് economical divide or like technological divide, educational divide, whatever it may be, you can like use the divide with anything. So this divide is like increasing. That is leading to social inequality. So ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ട്രഡീഷൻ ടു മോഡേൺ ചേഞ്ചസിൽ നമുക്ക് സംഭവിക്കുന്ന certain challenges ആണ്. ക്ലിയർ ആണോ?